ब्रह्म गुरु विष्णु गुरुदेवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नारायण गुरुराध्या शिवलिंगाचार्य मध्यमं बोधानन्दपर्यन्तं वन्दे गुरुपरंपरा वन्दे गुरुपरंपरा वन्दे गुरुपरंपरा। नमो भगवते नित्यशुद्धा मुक्तमहात्मने श्रीनारायण गुरुधर्मानन्देन्द्राय तस्मै श्री गुरवे नमः। जय नारायण गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षि शरच्चन्द्रमरीचिके। ओम शांति शांति शांति। ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ശശികുമാർ അവർ, ആശ്രമത്തിൻ്റെ ആചാര്യൻ ഗംഗാധരൻ സ്വാമി അവർ, സ്വാഗതാശംസിച്ച ശ്രീ രവീന്ദ്രൻ, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സേവ്യ, എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവ ഉത്പാദങ്ങളുടെ അരിമശിഷ്യൻ ധർമാനന്ദ ഗുരുവിൻ്റെ 115ാമത് ജന്മനക്ഷത്രം വളരെ ആഘോഷപൂർണ്ണമായിട്ട് നടത്തപ്പെടുന്ന ഈ രീതിയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുവാൻ സാധിക്കുന്നതിൽ അനൽപമായിട്ടുള്ള സന്തോഷവും സ്നേഹവും അതിൽ തന്നെ അറിയിക്കുകയാണ്. ഭഗവാന്റെ നിമിത്തം പോലെ ഇവിടെ വന്നു ചേരുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. ഇവിടെ പറയുകയുണ്ടായി, ഞാനിവിടെ താമസിച്ചിട്ടുണ്ടോ എന്നൊക്കെ ദീക്ഷൻ പറയുകയുണ്ടായി. ഏതൊരു ആധ്യാത്മികമായ വശത്തിന് ഒരു പശ്ചാത്തലം, ഒരു വ്യക്തി എങ്ങനെ ആധ്യാത്മികതയിലേക്ക് കടന്നു വരണം എന്നുള്ളതിന് ഒരു പശ്ചാത്തലമുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി അല്ലെങ്കിൽ നമ്മുടെ സന്തതികൾ ശരിയായ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്. അതുപോലെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ ഒരു പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ഒരു സങ്കല്പം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോയി ഈ നിലയിലെത്തിയതാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും. അപ്പൊ ഒന്നിരിക്കലും ഓർത്തില്ല ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ സംസാരിക്കാൻ പറ്റുമെന്ന് ഓർത്തില്ല. അന്നൊക്കെ കടന്ന് വള്ളക്കാർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് അമ്മ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. ആ ധർമാനന്ദ ഗുരുവിനെ ഒന്ന് നേരിട്ട് കാണുവാൻ, ആ ഗുരുവിൽ നിന്ന് അല്പം പ്രസാദം വാങ്ങി. ഒരു കാലത്തില് വീട്ടില്, നമ്മുടെ വീടെന്ന് പറയുന്ന ചതുപ്പ് സ്ഥലം. അപ്പൊ അവിടെ പിന്നീട് ഇപ്പോഴൊക്കെ ഉണ്ടായ ധനങ്ങൾ കൊണ്ട് മണ്ണടിച്ച് നിരത്തി വീടൊക്കെ ആക്കിയത്. അപ്പൊ അന്നൊക്കെ ചതുപ്പ് നിലവാണ്. അപ്പൊ ഏത് മഴക്കാലത്തും വെള്ളമൊക്കെ നമുക്കവിടെ താമസിക്കാൻ പറ്റില്ല. നമ്മളിവിടെ സ്കൂളിലൊക്കെ പോയി താമസിക്കും. അങ്ങനത്തെ അവസ്ഥ. ഇപ്പൊ ഞങ്ങളുടെ അമ്മ പൊതുവെ ഒരു ദുർബല, എന്തെങ്കിലും ഒരു ഇച്ചിരി കാരണം മതി, ഭയങ്കര സങ്കടം, മാവരാതികളോടി സ്വാമിജിയുടെ അടുത്തേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരിക്കല് സ്കൂളിലൊക്കെ പോയി താമസിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സ് മടുത്തു. അപ്പൊ ധർമാനന്ദ ഗുരുവിനോട് അമ്മ വന്ന് പറയുകയുണ്ടായി, സ്വാമിജി ഇതുപോലെ ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിലൊക്കെ പോയി, എനിക്ക് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് അമ്മ പറയുകയുണ്ടായി, പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ
മോനെ കുഞ്ഞിനൊക്കെയാണ് സ്വാമി വിളിക്കുന്നത്, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു വാക്ക് കൊടുത്തിട്ട് ഈ ഒരു 2017 വരെയും വെള്ളം നമുക്കവിടെ പ്രവേശിച്ചിട്ടില്ല. നമുക്കങ്ങനെ ഒരു കാരണം കൊണ്ട് വീട് വിട്ട് മാറേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ 2018 പ്രളയം എല്ലായിടത്തും കയറിയത് കൊണ്ടും നമ്മുടെ ഇവിടെയും അല്ലാതെ ആ ഗുരുവിന്റെ പ്രകൃതി വിശേഷ സഹിഷ്ണുത, പ്രകൃതിയെ ഒരു വാക്കുകൊണ്ട് സങ്കല്പം കൊണ്ട് നിലക്ക് നിർത്തുവാൻ കഴിവുള്ളവൻ ഈശ്വരനാണ് എന്ന് വേദങ്ങൾ പറയപ്പെടുമ്പോൾ നമ്മുടെ ധർമാർത്ഥ ഗുരുവും ഈശ്വരീയനാണ്, ഈശ്വരതുല്യനാണ്. ഒരു സങ്കല്പം കൊണ്ട് വാക്കുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി നമ്മളൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്, അനുഭവങ്ങൾ കൊണ്ട് നേടിയെടുത്ത സമ്പത്താണ് അല്ലേ. അപ്പൊ ആ ധർമാർത്ഥ ഗുരുവിന്റെ 115ാമത് ജന്മം ആ ദിനം നമ്മൾ ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ലോകജനനെ അറിയാതെ പോയ ഗുരു പരമ്പരയിൽ ഒരു കണികയാണ് ധർമാർത്ഥ ഗുരു. ധാരാളം ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആശ്രമവും പരിസ്ഥിതികളും അന്തരീക്ഷവും ഒരിക്കലും ഒരു പരസ്യത്തിനും അഡ്വർടൈസ്മെന്റിനൊക്കെ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് നമ്മുടെ ലോകം അറിയാതെ പോയില്ലേ. ലോകമറിയാതെ പോയിടുന്നേ എന്നുടേ ദൈവമേ നാരായണ, ലോകമറിയട്ടെ നാരായണ, ലോകേയുണരട്ടെ നാരായണ. ലോകമറിയാതെ പോയ ഒരു സത്യമാണ് ധർമാർത്ഥ ഗുരു. ശ്രീനാരായണ ഗുരുദേവനെ നേരിട്ട് കണ്ട് അനുഭവിച്ച് അനുഗ്രഹത്തെ നേടിയെടുത്ത ഒരു ഗുരു പരമ്പരയിലെ അവസാന കണികയാണ് ധർമാർത്ഥ ഗുരു. അദ്ദേഹം ഒന്ന് സങ്കല്പിച്ചാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ സൂക്ഷ്മജീവികളായ ആത്മാക്കളെ വിളിച്ച് ശുദ്ധീകരിച്ച് സ്തംഭിച്ച് ബന്ധിച്ച് നിർത്തി അന്തരീക്ഷത്തിൽ നിർത്തി ജീവാമൃതങ്ങളെ മോചിപ്പിച്ച് നൽകുവാൻ കഴിവുള്ള ആളാണ് ധർമാർത്ഥ ഗുരു. അപ്പൊ ഏറ്റവും വിശിഷ്ടമായ ഈ ദിവസം നമുക്ക് അദ്ദേഹത്തെ കുറിച്ചും ഇതിനൊക്കെ കാരണഭൂതമായ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുവാൻ കാരണഭൂതമായ ശ്രീനാരായണ പരമഹംസദേവനെ കുറിച്ചും ഒക്കെ ഒരു സഞ്ചാരം അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച പാതയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. ആരാണ് ശ്രീനാരായണ ഗുരു, എന്താണ് ശ്രീനാരായണ ഗുരു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്കാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിന് വേണ്ടി വിഭാവനം ചെയ്ത പുതിയ സമസ്യകൾ തേടുന്ന മതേതര മതാതീതമായ ഒരു ആധ്യാത്മികമായ വശത്തെ ഈ ലോകജനത ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശ്രീനാരായണ ഗുരുദേവൻ എവിടെയാണ് ജനിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ജനിച്ചതെന്നും 72 വർഷക്കാലം 23 ദിവസം നീണ്ടു നിൽക്കുന്ന ജീവിത കാലയളവിൽ ഈ ലോകജനതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നും നാം അറിയിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതിയുടെ, ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ, സമൂഹത്തിന്റെ, സമുദായത്തിന്റെ വക്താവല്ല. മറിച്ച് ഈ ജാതിക്കും മതത്തിനും കുലത്തിനും ഗോത്രത്തിനും സമൂഹത്തിനും സമുദായത്തിനും വേഷത്തിനും ഭാഷയ്ക്കുമൊക്കെ അപ്പുറത്ത് ഏകലോകത്തിന്റെ, ഏകലോക വ്യവസ്ഥിതിയുടെ മഹാപ്രവാചകനാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ. ആ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ അവതാരങ്ങൾ ഭൂമിയിൽ എടുക്കാറുണ്ട്. എപ്പോഴാണ് അധർമ്മത്തിന് ഉയർച്ചയും ധർമ്മത്തിന് താഴ്ചയും സംഭവിക്കുന്ന സമയത്ത് ഓരോരോ അവതാരങ്ങൾ പിറവിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ കലിയുഗത്തിൽ അധർമ്മത്തിന് ഉയർച്ചയുണ്ടായി, ധർമ്മത്തിന് താഴ്ച ഉണ്ടായപ്പോൾ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ധർമ്മസ്ഥാപനകരനായി നാരായണൻ മൂർത്തിയായി രൂപം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചതാണ് നമ്മൾ ഈ കാണുന്ന ഈ ശരീരാകൃതി കൊണ്ട നാരായണൻ. ഏത് നാരായണ? പാലമ്പൂരാശിയെ പള്ളി കൊണ്ടിടുന്ന നീലാംബരനെ ഞാൻ കൈതോടുന്നേ. പാലമ്പൂരാശിയിൽ പാൽക്കടലിൽ അനന്തന്റെ മധ്യയിൽ ശയിക്കുന്ന നാരായണൻ ഇതാ നാണുവായി, നരനായി, മൂർത്തിയായി ഭൂമിയിൽ പിറവിയെടുത്തു എന്ന് മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന കുമാരനാശാൻ എഴുതി വെച്ചിരിക്കുന്നു. എവിടെ? ഗുരുസ്തവത്തിൽ നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ, ഗുരുനാരായണ. നാരായണൻ മൂർത്തമായി രൂപം ധരിച്ചു ഭൂമിയിൽ വന്ന് 1855
ഓഗസ്റ്റ് 28-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:15 മണിക്ക് ചതയം നക്ഷത്രത്തിൽ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും ഏക മകനായിട്ട് കൊച്ചമ്മ ദേവി ഇവരുടെ ഏക സഹോദരനായിട്ട് കൃഷ്ണൻ വൈദ്യർ, രാമൻ വൈദ്യർ ഇവരുടെ ഏക അന്തരവനായിട്ട് ഭഗവാൻ ശ്രീനാരായണ ബ്രഹ്മദേവൻ ചെമ്പഴന്തി വൈവാരത്തു വീട്ടിൽ കരയാതെ ജനിച്ചു. ഇപ്പോഴും കുട്ടികളൊക്കെ കരയാതെ ജനിക്കാറുണ്ട് അല്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ കരയാതെ ജനിക്കുന്ന കുഞ്ഞിന് എന്ത് പറയും? ചാവിള്ളയാണെന്ന് പറയും. കരയാതെ ഒരു കുട്ടിയുണ്ടായാൽ അതെന്താണ്? ചാവിള്ളയാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതികൾ ഇപ്പോഴും ചില കുട്ടികൾ കരയാതെ ജനിക്കാറുണ്ട്. അപ്പോ അന്ന് നാരായണ ഗുരുദേവൻ കരയാതെ ജനിച്ചു. എന്തുകൊണ്ടാവും? അവർണ്ണനെന്ന മുദ്രകുത്തി താഴെ പാറ്റയിലേക്ക് പൂഴ്ത്തിക്കളഞ്ഞ ഒരു വലിയ ജനസമൂഹത്തിനെ, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ സമുദ്ധരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ഉത്തമമായ ബോധം ശ്രീനാരായണ പരമഹംസദേവനിൽ നിലനിന്നതിനാൽ നാരായണ ഗുരുദേവൻ കരഞ്ഞുകൊണ്ട് ജനിച്ചില്ല, അല്ലെങ്കിൽ പിറകിയെടുത്തില്ല. എനിക്ക് കരഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ആളല്ല ഞാൻ. പിന്നെ എന്തുകൊണ്ടാ? കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ കണ്ണീരപ്പേണ്ട ബാധ്യത എനിക്കുണ്ട്. ആയതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കരയാതെ ജനിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചപ്പോൾ തന്നെ അമാനുഷികമായ ശക്തി വിശേഷങ്ങൾ നിഴലിച്ചിരുന്നു. അനുകമ്പാനിധിയായ, അനുഭവ കൃപാനിധിയായ, അഖില ബാന്ധവനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പിതാവ് മാടനാശാൻ 4ാമത്തെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. മാടനാശാന്റെ 4ാമത്തെ പുത്രനായിട്ടാണ് ആര് ജനിക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ. ഇതിനു മുമ്പുണ്ടായ 3 കുട്ടികളും പെൺകുട്ടികളാണ്. ആരൊക്കെയാ? കൊച്ചമ്മ, ദേവി. ഈ 3 സഹോദരിമാർക്ക് ശേഷമാണ് ഒരു ആൺസന്തതി ജനിക്കുവാൻ പോകുന്നത്. ആർക്ക്? മാടനാശാന്. കുട്ടിയുണ്ടാകുന്ന സന്തോഷം, മാടനാശാന് ഏറെ സന്തോഷം. തന്റെ പുത്രനെ കാണുവാൻ ഇതാ മാടനാശാൻ ഓടി ചെമ്പഴന്തി വയൽവാരത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ ആ പ്രസവ ശുശ്രൂഷ ചെയ്യുന്ന ആ സ്ത്രീ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു, ആൺകുട്ടിയാണ്. മാടനാശാൻ ഒരുപാട് സന്തോഷം, മുഖത്ത് ഒരുപാട് പ്രസന്നത ഉണ്ടായി. അപ്പൊ പറയുകയാണ്, പക്ഷേ കുട്ടി ചാവിള്ളയാണ് എന്ന് പറയുകയുണ്ടായി. കുട്ടിക്ക് അനക്കമില്ല, കരുത്തില്ല, ഒന്നുമില്ല എന്ന് പറയുകയുണ്ടായി. തന്റെ 3 പുത്രികൾക്ക് ശേഷം ഉണ്ടാകുന്ന തന്റെ സൽപുത്രനെ തന്റെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചാവിള്ളയാണേലും വേണ്ടില്ല, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആ ശരീരത്തെ ഏറ്റുവാങ്ങിയപ്പോൾ മാടനാശാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വീണു. ഒരു വീണ എറുമ്പിനും വരുത്തരുതെന്ന് ലോകത്തോട് പിന്നീട് വിളിച്ചു പറഞ്ഞ വിശ്വഗുരു, ഒരു വീണ എറുമ്പിനും വരുത്തരുതെന്ന് ആഗ്രഹിച്ച വിശ്വഗുരു സ്വന്തം പിതാവിന്റെ വേദന മനസ്സിലാക്കി. സ്വന്തം പിതാവിനെ വേദനിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഗുരുവിന്. ആ ഗുരു കൈകളും കാലുകളൊക്കെ ഇട്ട് ചലിപ്പിക്കുവാൻ തുടങ്ങി. കൈയും കാലുമൊക്കെ ഇട്ട് ചലിപ്പിച്ചു. അച്ഛാ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ സങ്കടപ്പെടേണ്ട എന്ന് കാണിക്കത്തക്ക വിധത്തില് ഗുരു കൈകാലുകളൊക്കെ ഇട്ട് അടക്കി കാണിച്ചു. അങ്ങനെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയി. ശ്രീനാരായണ ഗുരുദേവന് ഏകദേശം 5 വയസ്സ് പ്രായമായി. 5 വയസ്സ് പ്രായമായപ്പോൾ ഞാൻ പറയുന്ന കഥകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എത്രയോ വർഷമായിട്ട് ഇങ്ങനെയുള്ള സുദിനങ്ങളിൽ എത്രയോ അറിവുള്ള പ്രഭാഷകരെ കൊണ്ടുവന്ന് ഗുരുവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ മതിയായ അറിവും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ധാരണയും നിങ്ങൾക്കുണ്ട് എന്നുള്ള ഉത്തമമായ ബോധം എനിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നതും. ആവർത്തന വിരസത ഉണ്ടായേക്കാം, എന്നിരുന്നാലും ഗുരുവിനെ കുറിച്ച് കേൾക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഗുരുവിന്റെ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നത് ഒരു സുഹൃതമാണ്, ഒരു പുണ്യമാണ് അല്ലെ? വീണ്ടും വീണ്ടും നമ്മുടെ ഗുരുവിനെ നമ്മളാക്കി മാറ്റിയ, നമ്മളെ ഈ നിലയിലെത്തിച്ച, ഒരു കാലഘട്ടത്തില് ക്ഷേത്രത്തിൽ പോകുവാനും ക്ഷേത്ര ആരാധനകൾ നടത്തുവാനും ക്ഷേത്ര പൂജകളൊക്കെ ചെയ്യുവാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു കറുത്ത കാലഘട്ടത്തിന്റെ മറമാറ്റി നമുക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആ ശ്രീനാരായണ ബ്രഹ്മദേവൻ ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എങ്ങനെയാകുമോ? എന്റെ സഹോദരിമാർക്ക്, എന്റെ അമ്മമാർക്ക് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. എനിക്കും എന്റെ സന്തതികൾക്കും നല്ല വിദ്യാഭ്യാസം നടത്തുവാനുള്ള അവകാശങ്ങളെ ഹനിക്കപ്പെട്ടു എങ്കിൽ അതെല്ലാം മാറി അല്ലേ? നമ്മള് ഇടുന്ന വസ്ത്രത്തിന്റെ നീളമനുസരിച്ച് കരം കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട കലർന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് നമ്മളെ രക്ഷിക്കുവാൻ
എല്ലാ ദൈവങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ട് ശ്രീനാരായണ പരമഹംസദേവൻ എന്ന പ്രപഞ്ച സൂര്യൻ മാത്രമാണ് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൈപിടിച്ചുയർത്തിയത്. അവതാരഹ. എന്താണ് അവതാരം? താഴേക്ക് ഇറങ്ങി വരിക, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ളതല്ല. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തെ പ്രദാനം ചെയ്തു കൊടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. അപ്പോ നാരായണ ഗുരുദേവൻ ഒരു അവതാരം തന്നെയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഗുരുവിന് ഏകദേശം 5 വയസ്സാണ്. അപ്പൊ മൂത്ത നാരായണപിള്ള ഗുരുവിനെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചു. ഗുരുവിനെ മൂത്ത നാരായണപിള്ള ആദ്യമായിട്ട് ഹരിശ്രീ എഴുതിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് വാണനാശനോട്, വാണനാശാനെ, നാരായണനെ 16 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുകയില്ലല്ലോ, ഇവനെ ലോകം അറിയപ്പെടുമെന്ന് ആര് പറയുകയുണ്ടായി? എഴുത്തിനിരുത്തിയ മൂത്ത നാരായണപിള്ള പറയുകയുണ്ടായി. കാരണം എന്താ? അദ്ദേഹത്തിന് മനസ്സിലായി ഗുരുവിന്റെ ശക്തി വിശേഷത അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് അങ്ങനെ വന്നത്. അങ്ങനെ കുടുപ്പള്ളിക്കടത്തിൽ നാരായണഗുരുദേവൻ പോയി അജാക്ഷരങ്ങൾ പഠിക്കുന്നു. അതോടൊപ്പം അമ്മാവന്മാരിൽ നിന്നും സംസ്കൃതവും ജ്യോതിഷവും കാര്യങ്ങളും ലഘുവായ രീതിയിൽ പഠിച്ചു വരികയാണ്. ഇതാ കുടുപ്പള്ളിക്കടത്തിൽ നിന്നും തന്റെ സതീർത്ഥ്യരോടൊപ്പം കൂട്ടുകാരോടൊപ്പം നാരായണ ഗുരുദേവൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരിക. മാമ്പഴ കാലമാണ്. മാവിലാണെങ്കിൽ നിറയെ മാങ്ങ പഴുത്തു നിൽക്കുക. ഒരു ഇളം കാറ്റടിച്ചു. മാവിൽ നിന്നും മാങ്ങ ധാരധാരയായിട്ട് ഒഴിഞ്ഞു വീഴുകയുണ്ട്. കുട്ടികളെല്ലാം ഓടിച്ചെന്ന് മാമ്പഴം പിറക്കി ആദരിക്കാൻ തുടങ്ങി. ചില കുട്ടികൾക്ക് മാമ്പഴം കിട്ടിയില്ല. കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്തു? കല്ലെടുത്ത് ആ മാവിനെ എറിഞ്ഞു. അപ്പോൾ നാരായണ ഗുരുദേവൻ അതിനെ വിലക്കി. മാവിനെ കല്ലെറിയരുത്, അത് നമ്മുടെ അമ്മയാണ് എന്ന് പറയുകയുണ്ടായി. അല്ലേ? സസ്യ ലതാദികളിലും സകലവിധമായ പക്ഷിമൃഗാദികളിലും ജന്തുജാലങ്ങളിലെല്ലാം നിലകൊള്ളുന്ന ജീവചൈതന്യം ഒന്നാണോ എന്നുള്ള ബോധ്യം നാരായണഗുരുവിനും ആ 5ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, അതാണ് പിന്നീട് കവി പാടി വെച്ചു. ചെമ്മുക്കി മാവിനെ അമ്മയും തോന്നിയ നാരായണ നിന്നെ കാണുമാറാകണം, 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 നാരായണ നിന്നെ കാണുമാറാകണം. ചെമ്മുക്കി മാവിനെ അമ്മയെന്ന് ഓതിയ ആ ചെറുബാലൻ പിന്നീട് നാരായണൻ നാണുമായി, നാണുസ്വാമിയായി, നാണുമാശാനായി 30ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ നാരായണ ഗുരുവായിട്ട് മാറി. അല്ലേ? പെട്ടെന്ന് സുപ്രഭാതത്തിൽ ദൈവമാകുമല്ല. ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നത് പടിപടിയായിട്ടൊരു സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെ ആധ്യാത്മികമായ സാക്ഷാത്കാരം നേടിയെടുക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. അപ്പോ ഭഗവാന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ ഉപരിവിദ്യാഭ്യാസമാണ്. ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കായംകുളത്ത് വാർണപ്പള്ളി കുമ്മപ്പള്ളി രാമൻപിള്ളി ആശാന്റെ കളരിയിലേക്ക് നാരായണ ഗുരുദേവൻ അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് നാരായണ ഗുരുദേവൻ അവിടെ ചെല്ലുമ്പോൾ ജാതി വ്യവസ്ഥ അന്നും കൊടുമ്പിരിക്കൊണ്ട കാലഘട്ടമാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഓരോരോ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇരിപ്പിടങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പായുണ്ട്, തോല കഴിയുന്നുണ്ട്, പീഠമുണ്ട്, ആവണി പിറകെയുള്ള പീഠമുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോരോ ജാതിക്കാര് ആ അടിസ്ഥാനത്തിൽ വേണം വന്നിരിക്കുവാൻ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എവിടെ പോയിരുന്നു? ആവണി പലകയിൽ നേരെ വന്ന് ഇരുന്ന് പഠനം ആരംഭിച്ചു. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് എന്തുണ്ടായി? ഇഷ്ടമായില്ല. എന്താ? അവനൊരു അവർണ്ണൻ, അല്ലേ? അവനൊരു അവർണ്ണൻ, അവനെന്ത് അധികാരം ആവണി പലകയിൽ നിന്ന് പഠിക്കുവാൻ? മറ്റുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്തു? മാറി അന്നുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തു. പിള്ളേരൊരു പ്രതിഷേധം എന്നതുപോലെ മാറി നിന്നു. അവൻ ഇരുന്നില്ല, ഇവൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അങ്ങനെ ചിന്തിച്ചിട്ടാവാം അവർ മാറി നിന്നു. ആശാൻ കുമ്മപ്പള്ളി രാമൻപിള്ളി ആശാൻ കളരിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം നോക്കി, നാരായണൻ മാത്രം ഇരിക്കുന്നു, മറ്റുള്ള കുട്ടികളൊക്കെ മാറി നിൽക്കുന്നു. ആശാന് കാര്യം മനസ്സിലായി. അപ്പൊ ആരോടൊന്നില്ലാത്ത രീതിയിൽ ആശാൻ പറയുകയാണ്, ഇവിടെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇരിപ്പിടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാവരും അത് പാലിക്കപ്പെടണമെന്ന് പറയുന്നുണ്ടായി. അത് പറഞ്ഞപ്പോൾ നാരായണ ഗുരുവിന് കാര്യം മനസ്സിലായി. അത് നമ്മുടെ ഉദ്ദേശിച്ച പറഞ്ഞതെന്ന് മനസ്സിലായത് കൊണ്ട് നാരായണ ഗുരുവിൻ അവിടെ നിന്നും എഴുന്നേറ്റു. എവിടെ പോയിരിക്കണം? ഓല മെടഞ്ഞ അതിൽ പോയിരിക്കണം. പക്ഷെ നാരായണ ഗുരുവിൻ അതിൽ പോയിരുന്നോ? ഇല്ല. വെറും പച്ചമണ്ണിലേക്ക് ഇരുന്നു കൊണ്ട്
തന്റെ ആശാന്റെ മുഖത്തെ കുത്തിനോക്കി എന്തോ ചോദിക്കുന്ന ഭാവേന ഉള്ള സ്ഥലത്തോട്ട് ഇരിക്കട്ട, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും. അപ്പോൾ നാരായണഗുരുദേവൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നാരായണഗുരുദേവൻ ആ പച്ചമണിയിലേക്ക് നിവർന്നിരുന്നു. ആശാന്റെ മുഖത്തെ കുറ്റുനോക്കി എന്തോ ചോദിക്കുവാൻ തോന്നി. അന്ന് ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരിപ്പിടങ്ങളുണ്ട്. അപ്പോൾ നാം ഏത് ദിക്കിൽ നിന്നും വരുന്ന ശ്വാസമാണ് അല്ലെങ്കിൽ വായുവാണ് ശ്വസിക്കേണ്ടത് എന്ന് നാരായണഗുരു ചോദിച്ചു. കാരണം ഞാനെന്താണ് ചോദിച്ചു വിട്ടാൽ ഈ സവർണരായ കുട്ടികൾ ശ്വസിക്കുവാണെങ്കിൽ അവർക്ക് വൈദ്യമാവില്ലേ? അപ്പോൾ ആശാൻ പറയുകയാണ്, നാരായണൻ ഇവിടെ ജാതി വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല, ഇവിടെ വേണമെങ്കിലും ഇരിക്കാം. നാരായണൻ വീണ്ടും എഴുന്നേറ്റു. ദാവണിപ്പലകയിൽ വന്നിരുന്ന് പഠനം ആരംഭിച്ചു. ഓരോ ദിവസവും പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നാരായണഗുരു പറയുകയാണ്, എന്നെ കൂടുതൽ പഠിപ്പിക്കുക. ആശാനെ, എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ, എന്നെ പഠിപ്പിക്കുന്നൊന്നും പോലെ എന്നെ കൂടുതൽ പഠിപ്പിക്കുവാൻ ആവശ്യം. അപ്പോൾ ആശാൻ പറയുകയാണ്, ഇവിടെ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പഠിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. നിനക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കേട്ട് പിടിച്ചുകൊള്ളാൻ ആശാൻ പറയുകയുണ്ടായി. പിറ്റേ ദിവസം ആശാൻ കളരിയിലേക്ക് കടന്നു വരുന്നു. പാഠപുസ്തകം എടുത്തു, പഠിപ്പിക്കാൻ തുടങ്ങി. നാരായണൻ എഴുന്നേറ്റ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ആശാനെ, ഞാൻ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. സംശയം നിവാരണത്തിന് വേണ്ടിയിട്ട് ആശാൻ രണ്ടു ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി ആര് പറഞ്ഞു? നാരായണഗുരു പറയുകയുണ്ടായി. ഇതെങ്ങനെ പഠിച്ചു? ആശാൻ എന്നെ പറഞ്ഞത് കേട്ട് പഠിക്കുവാൻ ഞാൻ മറ്റു മുതിർന്ന കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ കേട്ടു പഠിച്ചതാണ് എന്ന് ആര് പറയുകയുണ്ടായി? നാരായണഗുരുദേവൻ പറയുകയുണ്ടായി. ഏകസന്ധഗ്രാഹിയാണ് ആര്? നാരായണഗുരുദേവൻ. എന്താണ് ഏകസന്ധന? ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിയിൽ ഫീഡ് ചെയ്ത് വെക്കുവാൻ കപ്പാസിറ്റി ആകൊണ്ട് നാരായണഗുരുദേവൻ. ഒരു കാര്യം വെച്ച് നമ്മൾ കേട്ടാൽ മതി, നാരായണഗുരുദേവൻ അത് ബുദ്ധിയിൽ ഫീഡാക്കി. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരിക്കൽ കുമാരനാശാൻ നാരായണഗുരുദേവന് മുമ്പിൽ കരുണ എന്നൊരു കൃതി എഴുതിയിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. അപ്പോ നാരായണഗുരുദേവൻ കുമാരനോട് പറയുകയാണ്, കുമാര ആ കവിത ചൊല്ലു, കേൾക്കട്ടെ. അപ്പോൾ കുമാരനാശാൻ ആ കവിത ഭക്തിസാന്ദ്രമായിട്ട് ഭഗവാന്റെ മുൻപിൽ പഠിക്കുന്നു. അതിന്റെ പേപ്പർ അവിടെ വെച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് യാത്ര ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞു. അപ്പൊ അവിടേക്ക് വൃത്തിയാക്കുന്ന സമയത്ത് ഈ കരുണ എന്ന കൃതിയും നഷ്ടപ്പെടുത്തി. എല്ലാം അറിയുന്ന ഭഗവാൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പറയുകയാണ്, ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് പറയുന്നത്, നമുക്ക് കരുണ കേൾക്കാൻ ഒരു മോഹം, ആ പേപ്പർ കേൾക്കുന്നത് വരൂ, കേൾക്കട്ടെ. അപ്പൊ ശിഷ്യഗണങ്ങൾ അപ്പോൾ ഓടിപ്പോയി നോക്കി, പരതി ഒരുപാട് തേടി, കണ്ടില്ല. ഉത്പാദനങ്ങളുടെ കൽപ്പനയാണ്. അപ്പം ചെന്ന് പറയാനൊരു മടി, കളഞ്ഞു പോയി എന്ന് പറയാനൊരു മടി. എന്നിരുന്നാലും ഭഗവാനോട് ഓരോന്ന് പറയുകയാണ്, കരുണ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഉത്പാദനം പറയുകയാണ്, അത് നഷ്ടപ്പെടുവാൻ പാടുള്ളതല്ല. അന്ന് കുമാരൻ ചൊല്ലിയത് ഞാൻ ചൊല്ലിത്തരാൻ എഴുതിയെടുത്തോളൂ എന്ന് ഭഗവാൻ പറയുകയുണ്ട്. അപ്പൊ അന്ന് കുമാരനാശാൻ ചൊല്ലി കേൾപ്പിച്ചത് ഇന്നും ഗുരുവിന്റെ മനസ്സിലും ബുദ്ധിയിലുള്ളത് കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ രണ്ടാമത്, ശ്രീനാരായണ ഗുരുദേവന്റെ മുഖം ഒരു കോടി ദിവാരം, ഒരു കോടി സൂര്യന്റെ പ്രഭയാൽ ശോഭിച്ച് അതുപോലെ മുഖം തിളങ്ങി. ആ ഗുരു പിന്നീട് അത് പാടിക്കൊടുത്തു. എങ്ങനെ? അനുപമ കൃപാനിധേ അഖില ബാന്ധവൻ സത്യദിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തരമധുരാപുരിക്ക് ഉത്തരോ പാന്തത്തിലുള്ള സ്ത്രീരാജവേദിതൻ കിഴക്കരിയിൽ കാളിമ കാണും നഭസ്സേ ഉമ്മവയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിന്റെ തെക്കേ മലമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്ന് അകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ എത്രയോ ശോഭന, അല്ലെങ്കിൽ ഭഗവാന്റെ മുഖം എത്രയോ ശോഭ കൊണ്ടതായിരിക്കാം ആ സമയം. അത് പിന്നീട് എഴുതിയെടുക്കുകയുണ്ടായി. അപ്പൊ ഏകസന്ധഗ്രാഹിയാണ് ആര്? നാരായണ ഗുരു. അപ്പോ തന്റെ ശിഷ്യൻ ഏകസന്ധഗ്രാഹിയാണെന്ന് കൊമ്പുപള്ളി രാമപിള്ളയാശാന് മനസ്സിലായപ്പോൾ
അദ്ദേഹം പറയുകയാണ്, നാരായണ, ഞാൻ എന്താണ് ശ്രീകൃഷ്ണ ഉപാസകൻ, ഞാൻ എന്താണ് ശ്രീകൃഷ്ണ ഉപാസകൻ ആയതുകൊണ്ട് നീയും എന്ത് ചെയ്യണം, ശ്രീകൃഷ്ണനെ ഉപാസിക്കണമെന്ന് ഭഗവാനോട് ആശാൻ പറയുകയാണ്. തന്റെ ഗുരുനാഥന്റെ ആവശ്യപ്രകാരം ദീക്ഷയൊക്കെ വാങ്ങിയ നാരായണ ഗുരുദേവൻ ധ്യാനത്തിലിരിക്കുന്നു, ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ആ കുമ്മമ്പള്ളി രാമവിലാസന്റെ കളരിയില് ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ബാലന്റെ രൂപം കൊണ്ട ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ബാലനോടൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ കളിയാടി. കുട്ടികളൊക്കെ സതീർത്ഥന്മാരൊക്കെ നോക്കുമ്പോൾ നാരായണ ഗുരുദേവൻ ആ മണ്ണിൽ കിടന്ന് ഉരുളുന്നു, ആ കുളത്തിലേക്ക് എടുത്ത് ചാടുന്നു, വീണ്ടും മണ്ണിൽ കിടന്ന് ഉരുളുന്നു. ബോധരഹിതനായിട്ട് ആ പച്ചമണ്ണിൽ ആര് കിടന്നു? ശ്രീനാരായണ ഗുരുദേവൻ ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. സതീർത്ഥരെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഗുരുനാഥനായ കുമ്മമ്പള്ളി രാമപിള്ളയാശന്റെ മടിയിലേക്ക് കിടത്തി. കുമ്മമ്പള്ളി രാമപിള്ളയാശൻ അല്പം ജലമെടുത്ത് ഭഗവാന്റെ മുഖത്തേക്ക് നയിക്കുന്നു. നാരായണ, കണ്ണു തുറക്കൂ, നിനക്ക് എന്തു പറ്റി? ശ്രീനാരായണ ഗുരുദേവൻ സ്ഥലകാലബോധമില്ലാണ്ടായി. എന്തു പറയണമെന്ന് അറിയാൻ പറ്റുന്നില്ല. വേറെ ഏതോ ഒരു തലത്തിൽ നിന്നും താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ എന്തു പറയണമെന്ന് അറിയുവാൻ ശ്രീനാരായണ ഗുരു സാധിച്ചില്ല. പെട്ടെന്ന് അകത്തേക്ക് പോയി ഒരു പെൻസിൽ എടുത്തു, ഒരു പേന എടുത്തു, എന്തോ കുറിച്ചു തന്റെ ഗുരുനാഥന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ തൂലിക ചലിപ്പിക്കുകയാണ് ലോകത്തിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് എഴുതി കൊടുത്ത സ്തുതിയാണത്. ഏത്? ശ്രീകൃഷ്ണ ദർശനം അല്ലേ? അപ്പൊ അത് വായിച്ചു നോക്കി. ആര്? രാമപിള്ളയാശാൻ അല്ലയോ? നാരായണ ഗുരുദേവന് പറയുവാൻ സാധിക്കാത്ത നാരായണ ഗുരുദേവൻ എഴുതി കൊടുത്തതാ. ഭൂയോ വൃത്തിനിവർത്തമായി ഭുവനവും സത്യത്തിലോഭൂതമായി പീയൂഷത്വലീനമായി ചുഴലും ശോഭിച്ചു ദിവ്യപ്രഭ മായാ മൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർവേലിക ഉത്സവമണിദ്രീവന്റെ ദിവ്യോത്സവം. മായാവുന്ന മൂടുപടം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ കർട്ടൻ, മായാവുന്ന കർട്ടൻ അല്ലേ അല്ലെ, പാപരാക്ഷസൻ പാശക്കുരുക്കിനാൽ നിൽക്കുന്നത് പോലെ ആ മായ നമ്മുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഗുരുവിന ആ മൂടുപടം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷമായ ദർശനമുണ്ടായി എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ആശാൻ അത്ഭുതം തോന്നി. ആശാൻ പറയുകയാണ്, അല്ലയോ നാരായണ, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ശ്രീകൃഷ്ണ ഉപാസകനാണ്. എന്നിട്ട് ഒരു സ്വപ്ന ദർശനം പോലും എനിക്ക് സാധിച്ചിട്ടില്ല, ലഭ്യമായിട്ടില്ല. പക്ഷെ നിനക്കത് സാധിച്ചുവെങ്കിൽ നീ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥന എഴുതി തന്നാലും. ഗുരുനാഥൻ ശിഷ്യനോട് അഭ്യർത്ഥിക്കുക, ഗുരുക്കന്മാർക്കും ഗുരുവല്ലോ അങ്ങ്, ഗുരുക്കന്മാർക്കും ഗുരുവല്ലോ. ആര്? നാരായണ ഗുരു ഗുരുക്കന്മാർക്കും ഗുരുവാണ്. അപ്പോൾ എഴുതി കൊടുത്ത കൃതിയാണ് ഏത്? വാസുദേവ അഷ്ടകം. 8 പദ്യങ്ങളോട് കൂടിയ ഒരു കൃതിയാണ് വാസുദേവ അഷ്ടകം. അക്ഷരങ്ങൾ കൊണ്ട് അമാനമായി ഒരു കവീശ്വരനാണ് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകീ ഭയനിവാരണ ചക്രവാണി ശ്രീവത്സ വത്സ സകലാമയ മൂലനാശി ശ്രീഭൂപദേ ഹരഹരേ സകലാമയം. എന്റെ സകലാമയങ്ങളും എന്റെ സകല ദുഃഖങ്ങളും മാറ്റി തരുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന അല്ലേ? ശ്രീനാരായണ ഗുരുദേവനെ പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ്, വിപ്ലവകാരിയാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു സന്യാസിയാണ്, അല്ലെങ്കിൽ ഒരു ഈഴവ സന്യാസിയാണ് എന്നൊക്കെ പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ അല്ലയോ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരായണ ഗുരുദേവൻ ഇതെല്ലാമാണ്. എന്താണ് അല്ലാത്തത്? നാരായണ ഗുരുദേവന്റെ വ്യക്തിമുദ്ര പതിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നാരായണ ഗുരുദേവൻ നമ്മൾ കണ്ടു, എന്താണ്? കാരുണ്യമൂർത്തിയാണ്, കരുണാവാരിധിയാണ്, അനുകമ്പാനിധിയാണ്, ഒരു പീഡ എന്തിനും വരുത്താത്ത പുണ്യാത്മാവാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ മഹാതാപസനാണ്. ഗുരു എന്താണ്? മഹാതാപസനാണ്. അല്പനാളുകൾ കൊണ്ട് ഒരു മൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ കഴിവുണ്ട്. ബാല്യകാലത്ത്
ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹാതാപസനാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹാകവീശ്വരനാണ് അല്ലേ? സംസാര സങ്കട വിസങ്കട ഗംഗടായ സർവാതലായ സദയായ സനാതനായ സച്ചിന്മയായ ഭവതേ സതതം നമസ്തു ശ്രീ ഭൂപതേ ഹരഹരേ സകലാമയങ്ങളും അല്ല അക്ഷരങ്ങൾ കൊണ്ട് വൃത്തു അലങ്കാരവും ക്രോഡീകരിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നല്ലൊരു കവീശ്വരനാണെന്ന് നമ്മളെ പഠിപ്പിച്ചു അല്ലേ? വീണ്ടും നാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ ജയത്രയാത്ര ആരംഭിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ ആശാൻ മനസ്സിലായി ഇതൊരു ഗ്രന്ഥകലമാണ്, ഇതിനെ കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു. നാരായണ ഗുരുദേവൻ വീണ്ടും ചെമ്പഴന്തിയിലേക്ക് യാത്രയായി. അവിടെ ചെറിയ ചെറിയ കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ നാരായണ ഗുരുദേവൻ സ്ഥാപിച്ചു. ചെറിയ കുടിപ്പള്ളിക്കൂടം, ചില കുട്ടികളെ അല്ലെങ്കിൽ താമരജാതിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുത്തു. പക്ഷേ ആ പള്ളിക്കൂടത്തിലേക്ക് വരുവാൻ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? കുട്ടികൾക്ക് വരുമ്പോൾ പേടിയാണ്. ജാതീയ വ്യവസ്ഥയിൽ കൊടൂരമായി നിലകൊണ്ട കാലമായതുകൊണ്ട് അവർക്ക് വരുവാൻ ഭയമാണ്. അപ്പൊ നാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു? അവർ ഭവനങ്ങളിലേക്ക് പോയി പഠിപ്പിക്കുവാൻ തുടങ്ങി. കാരണം എന്താ? അറിവുണ്ടാവണം. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകാൻ സാധിക്കുകയുള്ളൂ? വിദ്യ കൊണ്ട് പ്രബുദ്ധരായി അതിലൂടെ സ്വതന്ത്രനാകുവാൻ നമ്മുടെ ഗുരു ഉത്ബോധിപ്പിച്ചു. അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്തുണ്ടാവണം? അറിവുണ്ടാവണം, വിദ്യ ഉണ്ടാവണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി അതിലൂടെ സ്വതന്ത്രനാകുവാൻ ഒരു മാനവ ജനതയോട് ഉദ്ബോധിപ്പിച്ച വിശ്വഗുരു ഓരോരോ വീടുകളിലും പോയി നാരായണ ഗുരുദേവൻ അക്ഷരങ്ങൾ പഠിപ്പിച്ചു. അറിവുണ്ടാകുവാൻ വേണ്ടിയിട്ട്, അവർക്ക് വൃത്തി ഉണ്ടാകുവാൻ പഞ്ചശുദ്ധിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു നാരായണ ഗുരുദേവൻ. പഞ്ചശുദ്ധി ഉണ്ടാവണം, 2 നേരം കുളിക്കണം, അപ്പോൾ നമ്മളെ ആരും മാറ്റി നിർത്തത്തില്ല എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു. നമ്മളെ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു? നമുക്ക് വൃത്തിയില്ല, ശുദ്ധിയില്ല എങ്കിൽ 2 നേരം കുളിക്കണം. നാരായണ ഗുരുദേവൻ അത് കാണിച്ചു കൊടുത്തു. ഭഗവാൻ 2 നേരത്തെ കുളിയും വസ്ത്രധാരണവും നാരായണ ഗുരുദേവന്റെ സവിശേഷതയായിരുന്നു ചെറുബാല്യത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ ചെറിയ കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ച് 1000 5 ചിറയൻകീഴിലും ശ്രീനാരായണ ഗുരുദേവൻ സ്ഥിരതാമസം തുടങ്ങി. അപ്പൊ ജനിച്ചപ്പോൾ നാരായണൻ, അത് മാറി പിന്നീട് നാണുമായി. നാരായണനൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ പേരൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യണം? അത് വെട്ടിച്ചുരുക്കി നാണുവാക്കി. നാ പ്ലസ് അണു, അല്ലാത്തവൻ, ചെറുതല്ലാത്തവൻ. അപ്പോൾ നാരായണ ഗുരു എന്താണ്? വലിയവൻ തന്നെയാണ് അല്ലേ? നാണുമായി. പിന്നീട് നാണുമാശാനായി. കുടിപ്പള്ളിക്കൂടങ്ങൾ തുടങ്ങിയപ്പോൾ നാരായണൻ നാണുമാശാനായി. ചിറയൻകീഴിൽ സ്ഥിരതാമസം തുടങ്ങിയപ്പോൾ എന്തായി? നാണു സ്വാമി എന്നൊക്കെ ആളുകൾ വിളിക്കുവാൻ തുടങ്ങി. എന്താ? സ്വാമിയുടെ ഗെറ്റപ്പൊക്കെയാണ്. ആളുകൾ വരുന്നു, അനുഗ്രഹിക്കുന്നു, രോഗങ്ങൾ മാറുന്നു, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് കണ്ടപ്പോൾ നാരായണനെ പിന്നെ വിളിച്ചു നാരായണ സ്വാമി എന്നൊക്കെ വിളിക്കുവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചിറയൻകീഴിൽ താമസിക്കുന്ന സമയത്ത് രാമു എന്ന ഈ നാരായണ ഗുരുദേവന്റെ കുടുംബം, നമ്മൾ നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ നാരായണ ഗുരുദേവന്റെ ദാരിദ്ര്യം അല്ലെ, ഒറ്റ മുണ്ടുകാരി, ചെരുപ്പില്ല അല്ലെ, ഒരു ചെറിയ കുടിലിൽ ജനിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ധാരണയെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ നാരായണ ഗുരുവിന്റെ പിതാവ് ഭയങ്കര ധനാഢ്യനാണ്. 1800 പരം പറനില കണ്ടമുള്ള ഒരു വ്യക്തിയാണ് ആര്? മാടനാശാൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര് ഇലഞ്ഞിക്കൽ തറവാടെന്ന്. ആ ഇലഞ്ഞിക്കൽ തറവാട്ടിൽ ഒരു ഭാഗത്ത് നിന്ന് നാളികേരം ഇട്ട് മറുകര എത്തുമ്പോൾ ഇവിടെ നാളികേരം പാകമാണ്. 120 പരം ജീവനക്കാരും ജോലിക്കാരുള്ള വീടാണ് ആര്? നാരായണ ഗുരുവിന്റെ. അപ്പൊ അവിടുത്തെ സ്ത്രീകളുടെ പ്രസവം നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ പ്രസവ ശുശ്രൂഷ നടത്തുന്ന ഒരു ഭവനം മാത്രമാണ്, ഒരു പർട്ടിക്കുലർ സ്പേസ് മാത്രമാണ് ചെമ്പഴന്തി അല്ലേ? ആ ചെമ്പഴന്തി അങ്ങനെയുള്ള ഒരു അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടാണ്. അവിടെ നാരായണ ഗുരുദേവൻ ജനിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ നാരായണ ഗുരു കുടുംബത്തിന്റെ പേരെന്താ? ഇലഞ്ഞിക്കൽ തറവാട്. അപ്പൊ വലിയൊരു വീടാണ്. 8 വീട്ടിൽ പിള്ളമാരുമായിട്ട് യുദ്ധമൊക്കെ നടത്താൻ സ്വന്തമായിട്ട് ആർമിയൊക്കെ ഉള്ള ഒരു വീടാണ് നാരായണ ഗുരുദേവന്റെ കുടുംബം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ആ വീട്ടിൽ ചുവരം അല്ലെങ്കിൽ മുടി വെട്ടുന്നത് രാമു എന്നൊരു വ്യക്തിയാണ്. അപ്പം നാരായണ ഗുരുദേവന്റെ വീട്ടിൽ മുടി വെട്ടുന്ന രാമു ഒരിക്കൽ 5 തെങ്ങിൽ വരികയുണ്ട്. 5 തെങ്ങിൽ വന്നപ്പോൾ അവിടെ ആളുകൾ പറഞ്ഞു ഇവിടെ സ്വാമി വന്നു, നീ ഒന്ന് കണ്ടിട്ട് പോകും. അപ്പൊ രാമു ഓടിപ്പോയി സ്വാമിയെ കാണാം. സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ നാണുമാണല്ലോ. അത് പറയുകയാണ് ഈ രാമു, ഇത് ഞങ്ങളുടെ നാണുമാണല്ലോ എന്ന് പറഞ്ഞു. അയ്യോ അവരുടെ പറയുന്നത് നാരായണ സ്വാമിയാണ്, ഒരുപാട് അത്ഭുത കഴിവുള്ള ആളാണ് എന്നൊക്കെ അവിടുത്തെ ആളുകൾ പറഞ്ഞു. അപ്പൊ ഈ വാർത്തയുമായിട്ട് രാമു പെട്ടെന്ന് ഇവിടെ പോയി മാടനാശാൻ എഴുതി പോയി, നമ്മുടെ നാരായണൻ സ്വാമിയാകാൻ പോവാണ്, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമ്മുടെ ഇക്കണ്ട സ്വത്തുക്കളുടെയൊക്കെ
അവകാശിയാണെങ്കിൽ സ്വാമിയായി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ രാമു എന്ന് നല്ല ഏഷ്യൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ മരണാശാൻ വിശ്വസിച്ചു. കാരണം എന്താ? നാരായണ ഗുരുദേവന്റെ ജീവിതയാത്രയിൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ എന്തുണ്ട്? ഇങ്ങനെയുള്ള ജപവും ധ്യാനവും തപസ്സും ഒക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് ഒരാഴ്ച ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് നാരായണ ഗുരു വീട്ടിലേക്ക് കയറി വരാറുണ്ട്. അവിടെയൊക്കെ പോയി ധ്യാനത്തിലിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കൽ നാരായണ ഗുരുദേവനെ ധ്യാനത്തിന് പോയിട്ട് വരാൻ താമസം. വീട്ടുകാരൊക്കെ ഇറങ്ങി തിരിച്ചു. എവിടെ പോയി? നാരായണനോട് പോയി. അപ്പൊ വേലു മനയിൽ നിന്ന് ഒരിക്കലും നാരായണ ഗുരുദേവൻ ഇങ്ങനെ ഇറങ്ങി നടന്നു വരികയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, നാരായണക്ക് ഭയമില്ലേ? ക്രൂര മൃഗങ്ങള് കൊള്ളക്കാരൊക്കെ സങ്കേതം കൂടുന്ന സ്ഥലമാണ് വെളിമല. അവിടെ നീ ഒറ്റയ്ക്ക് ഈ കൊടുങ്ങും കാട്ടിൽ എങ്ങനെ തപസ് ചെയ്യുന്നു? അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ പിൽക്കാലത്ത് സത്യമായി ഭവിച്ചു. ഇപ്പൊ നാരായണ ഗുരു പറയുകയാണ്, ഇവിടെ നിന്ന് ഒരു കാലത്ത് ഇവിടെ നിന്നും പ്രകാശം പരത്തപ്പെടുമെന്ന് ആര് പറയുകയുണ്ടായി? നാരായണ ഗുരുദേവൻ പറയുകയുണ്ടായി. കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാ മലയാളികളും അല്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടുകൂടി ഇന്ത്യക്കാരുടെ ഭാരതീയരുടെ അഭിമാനത്തോടുകൂടി പറയുന്ന ISRO നിലകൊള്ളുന്നത് വെളിമലയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ അന്ന് പറഞ്ഞത് എത്രയോ അർത്ഥവത്തായി മാറിയിരിക്കുകയാണ്. അപ്പോ മാരണാശാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വിശ്വസിച്ചു. അപ്പൊ പറയുകയാണ്, നീ അവിടെ ചെന്ന് പറയണം, നാരായണ വിവാഹം ഓർമ്മിച്ചു, അച്ഛൻ തിരികെ പിടിക്കുന്നു എന്ന് പറയണം എന്ന് മാരണാശാൻ പറയുകയുണ്ടായി. ഞാൻ വീണ്ടും ദൂതുമായിട്ട് അവിടെ ചെന്നു നാരായണ ഗുരുവിനോട് പറയുന്നു. എന്താണ് പറയുന്നത്? മടങ്ങി വരണം, അച്ഛൻ വിവാഹം ഓർമ്മിച്ചു. ആരാണ് പെണ്ണ്? അത് കാളിയമ്മ, മുറപ്പെണ്ണിന്റെ മകളാ. മുറപ്പെണ്ണിന്റെ മകൾ എന്ന് പറയുമ്പോ ആരാ? മകള് തന്നെയാണ്. അത് മകളാണല്ലോ, ആ വിവാഹം നടക്കുവാൻ പാടില്ലല്ലോ എന്ന് ആര് പറയുകയുണ്ടായി? നാരായണ ഗുരുദേവൻ അന്നേ പറയുകയുണ്ടായി. പക്ഷെ വീട്ടുകാർ കേട്ടില്ല, അല്ലെ? നമ്മുടെ ചില ആളുകളിൽ ഇപ്പോഴും സന്ദേഹം നിലനിൽക്കുന്നു. ഗുരുദേവൻ വിവാഹം കഴിച്ചില്ലേ? വിവാഹം കഴിച്ചു എന്നും ഇല്ലെന്നും രണ്ടു പക്ഷം പറയാറുണ്ട്. അന്നത്തെ വിവാഹ സമ്പ്രദായം എന്താണ്? സഹോദരിമാർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ പോയി പുടവ കൊടുത്ത് കൊണ്ടുവരും. പയ്യൻ കരം പിടിച്ച് അകത്തേക്ക് പാണിഗ്രഹണം നടത്തിയാൽ വിവാഹമായി. അതായിരുന്നു അന്നത്തെ ആചാരം. ഇതാ കുറച്ച് 3 സഹോദരിമാരുണ്ട്. അവര് പോയി കാളിയമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു. എല്ലാം അറിയുന്ന നാരായണൻ ലോകത്തിൽ നിന്നീ അവിദ്യയാകും കൂരിട്ടാകവേ നീക്കിയിട്ടല്ലാതെ ഇല്ല, ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാരായണ ഗുരുദേവൻ അവധൂത വൃത്തിക്ക് വേണ്ടി യാത്രയായി. കാളിയമ്മ കാത്തിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ വരും. ഒരു പോക്ക് പോയി കഴിഞ്ഞാല് ഒരാഴ്ച ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമല്ലോ. വരുമ്പം തന്റെ പ്രാണനാഥനോടൊപ്പം കുടുംബജീവിതം നയിക്കാമെന്നുള്ള ആഗ്രഹവുമായിട്ട് കാളിയമ്മ അവിടെ തന്നെ താമസിച്ചു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ നാരായണ ഗുരുദേവൻ വരികയാണ്. വൈകുന്നേരത്ത് വരമ്പത്തുകൂടി നാരായണ ഗുരുദേവൻ നടന്നു വന്നപ്പോൾ തന്റെ പ്രാണനാഥനെ കാണുവാൻ വേണ്ടി കാളിയമ്മ ഓടി. നാരായണ ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോൾ നാരായണ ഗുരു പറയുകയാണ്, മകളെ, മകളെ കാളിയമ്മേ, നാം ഓരോരുത്തരും ജനിക്കുന്നത്, ജീവിക്കുന്നത് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തീർക്കുവാനുള്ളത് കൊണ്ട് നമ്മെ വെറുതെ വിട്ടേക്കൂ എന്ന് നാരായണ ഗുരു പറയുകയാണ്. വീണ്ടും കാളിയമ്മയ്ക്കൊരു വീണ്ടും പ്രചോദനം, അവിടെ നിൽക്കാം, ഇന്നില്ലെങ്കിൽ നാളെ മനസ്സ് മാറും. ഇപ്പൊ നാരായണ ഗുരുദേവൻ ശിവശതകത്തില് കുറച്ച് പദ്യങ്ങളല്ലേ ഇതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 100 പദ്യങ്ങളാണ് ശിവശതകത്തില്. വിഴുവന കൊണ്ട് മയക്കി നാവിയാം കുഴിയിൽ തുരുട്ടി എന്റെ വരക്കലാ മഹേഷ. മായ, ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ഒരു ജീവിത ചൈത്രയാത്രയിൽ മായയായിട്ട് കൂടെ പിന്തുടർന്നവളാണ് ആര്? കാളിയമ്മ. അതിൽ പിടികൊടുക്കാതെ നാരായണ ഗുരുദേവൻ നാം എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറയുകയുണ്ട്. നാം എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നു. അപ്പൊ അങ്ങനെ കാളിയമ്മ കുറച്ച് ദിവസമൊക്കെ അവിടെ താമസിച്ചു. അതിനുശേഷം കുട്ടിയമ്മ മരണം കാളിയമ്മ ഒരുപാട് ബാധിച്ചു. ആകെ വിടാനും പറയാനുള്ളത് ആരായിരുന്നു? കുട്ടിയമ്മയായിരുന്നു. അതായത് നാരായണ ഗുരുവിന്റെ മാതാവിന്റെ മരണശേഷം കാളിയമ്മയ്ക്ക് അവിടെ നിൽക്കുവാൻ ഒട്ടും മനസ്സുണ്ടായില്ല. അപ്പോൾ ഒരു കുടുംബക്ഷേത്രത്തിലെ ശാഖക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗുരു അനുമതി നൽകി 2 പണം കൊടുക്കുകയും അവരങ്ങനെ പോവുകയും പിന്നീട് ഒരിക്കലും മടങ്ങി വരികയും ചെയ്തില്ല. കാളിയമ്മ പിന്നീട് ഒരു പുനർവിവാഹം നടത്തി, മറ്റൊരു വിവാഹം കഴിച്ചു. അവര് ഗർഭിണിയായി ഗർഭം ധരിച്ചു. പക്ഷേ ഗർഭധാരണ സമയത്ത് തന്നെ കുട്ടിയും തലയും അല്ലെങ്കിൽ കാളിയമ്മയും മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം നാരായണ ഗുരുദേവന് നഷ്ടമായി. 1784 ശ്രീനാരായണ ഗുരുദേവൻ അരിയൂർപ്പുറത്തേക്ക് ഓടിച്ചിട്ട് പറഞ്ഞ സമയത്തിന്റെ പരിമിതി ഉണ്ട്. ഈ ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് പരിപാടി ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആയതുകൊണ്ട് ഓടിച്ചിട്ടെന്ന് പറയുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ
1984 ഇവിടെ പോയി, അരിയപ്പുറത്തേക്ക് പോയി. അരിയപ്പുറത്ത് നാരായണഗുരുദേവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ അടുത്തൊരു ശിഷ്യനുണ്ട്. ആ ശിഷ്യനോട് നാരായണഗുരുദേവൻ പറയുകയാണ്, ഇപ്പോൾ മാതാനാശാൻ മരിച്ചിരിക്കുമല്ലോ എന്ന് പറയും. 1984 പറയുകയാണ്, ഇപ്പോൾ മാതാനാശാൻ മരിച്ചിരിക്കുമല്ലോ. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്, ഭഗവാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നൊന്നും മനസ്സിലായില്ല. ഇന്നത്തെ കൊണ്ട് മൊബൈലോ സോഷ്യൽ മീഡിയാസോ ഒന്നുമില്ല, കത്തും കാര്യങ്ങളൊന്നുമില്ല. ആള് വന്ന് പറയണം. സായന്തനമായപ്പോൾ അവിടെ നിന്ന് ആള് വന്ന് പറഞ്ഞു മാതാനാശാൻ മരണപ്പെട്ടു എന്ന് പറയും. അപ്പൊ എത്രയോ ദീർഘവീക്ഷണം നാരായണ ഗുരുദേവൻ ഉണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാരായണ ഗുരുദേവൻ മഹാസമാധിയെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി. ഇങ്ങനെ നാരായണ ഗുരുദേവൻ അരിയപ്പുറത്ത് കഴിയുമ്പോൾ ശിവപ്രതിഷ്ഠയൊക്കെ നടത്തിയ ശേഷം അരിയപ്പുറത്ത് കഴിയുന്ന സമയത്ത് നാരായണ ഗുരുവിനെ കാണുവാൻ ഒരുപാട് ആളുകൾ വരും. ഈ വെള്ളവർക്ക് വരുന്നതോടെ അല്ല വരും. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്പം പുഷ്പം, അവിടത്തേക്ക് വേണ്ട എണ്ണ, തിരി, കർപ്പൂരം, വെറും കൈകൊണ്ടുപോലും ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നാണ്. അപ്പൊ ഒരു പോകുന്ന വഴിക്ക് ഇത്തിരി നല്ല പുഷ്പം കിട്ടിയാൽ അതെങ്കിലും ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അങ്ങനെയാണ് ക്ഷേത്ര ദർശനത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. അപ്പോ നാരായണഗുരുവിനെ കാണുക വരുന്നവരൊക്കെ അന്നെന്ത് ചെയ്യും? ഒരുപാട് പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ കാഴ്ചവെക്കും. അപ്പൊ ഒരു സ്ത്രീ ഒരു ഇലയിൽ നിറയെ പഴവർഗ്ഗങ്ങളും ഒക്കെയായിട്ട് ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് വെച്ചു. ഭഗവാൻ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു വിത അല്ലെങ്കിൽ ഒരു വിത്തുണ്ടായി. അപ്പൊ നാരായണഗുരുദേവൻ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, ഇത് കൊള്ളാമല്ലോ എന്ന് പറയുകയുണ്ട്. നാരായണ ഇതൊരു വിത്താണല്ലോ, ഇത് മഹാബലിയാണല്ലോ എന്ന് നാരായണഗുരുദേവൻ. അരിയപ്പുറത്ത് പെട്ടെന്ന് ഭൈരവശാന്തിയെ വിളിക്കുന്നു. ഭൈരവശാന്തിയാണ് അവിടെ പോയി. ഭൈരവശാന്തിയെ വിളിച്ചിട്ട് അവിടെ തടവെടുത്തു. പെട്ടെന്ന് മണ്ണ് മാറ്റി തടവെടുത്തു. ഈ മരത്തെ അവിടെ വെച്ചു. നാരായണഗുരുദേവൻ കിട്ടിയിൽ നിന്ന് അല്പം ജലമെടുത്ത് അനുഗ്രഹിക്കുന്ന പോലെ തളിച്ചു. എന്നിട്ട് നാരായണഗുരുദേവൻ പറയുകയാണ്, ഇത് ഈ തൈ വളർന്ന് വലുതായി ഒരു വൃക്ഷമായി മഹാവൃക്ഷമായി പൂക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നിർത്തി. അപ്പൊ എല്ലാവരും നോക്കിയിട്ട് എന്താ ഭഗവാൻ നിർത്തിയത്? അപ്പൊ ആളുകളെല്ലാം പിന്നെ കാത്തിരിപ്പായി. ഇത് പൂക്കുന്നതിനെ എന്നാണ് പൂക്കുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. അത് പൂക്കുവാൻ കാത്തിരുന്നത് പൂത്തൊരു നാൾ 1928 കന്നിമാസം കന്നി 5-ാം തീയതി പൂത്തു. ആ പൂത്ത ദിവസമായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സമാധിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അല്ലെ സഹോദരങ്ങളെ, ശ്രീനാരായണ ഗുരുദേവൻ 1888 ഒരു വലിയ ജനതയ്ക്ക് ആശ്വാസമാകുന്ന രീതിയിൽ ഒരു ക്ഷേത്ര പ്രവേശനം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അരിയപ്പുറത്ത് ശിവപ്രതിഷ്ഠ. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കടക്കുന്നില്ല. കേട്ടിട്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. 1888 അരിയപ്പുറം ശിവപ്രതിഷ്ഠ. അവിടെ നാരായണ ഗുരുദേവൻ 32 അക്ഷരങ്ങൾ കൊണ്ട് ഒരു സാധനം എഴുതി വെച്ചു. എന്താ? ഒരു ക്ഷേത്രം എങ്ങനെയാവണം എന്നാണ് ക്ഷേത്രം എന്ന് നാരായണ ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാ. ഇത് ജാതി വ്യത്യാസങ്ങളില്ലാത്ത ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് എന്താണ്? അവിടെ ജാതി വ്യത്യാസങ്ങളില്ല, മതവ്യത്യാസങ്ങളില്ല. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ വാഴുന്ന മാതൃകാപരമായ സ്ഥാനമാണ് ക്ഷേത്രമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചു. അത് നമ്മൾ പരിപാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഭഗവാൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? അരുത് വരുത് വരുത് എന്ന് നാരായണ ഗുരു എന്ത് പറഞ്ഞാലും നമ്മൾ അത് മാത്രമേ ചെയ്യൂ, ഇല്ലേ? ഈ അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഗുരു പറയുന്നത് മാനവരാശികളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് നാരായണ ഗുരു പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന് ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാ. ഈ വർത്തമാന കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തലമുറ തെറ്റായ ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർ ശരിയായ രീതിയിൽ ഗുരുധർമ്മം പഠിക്കാത്തത് കൊണ്ടാണ് ആ രീതിയിൽ പോകുന്നത്, അല്ലേ? ഇപ്പൊ ഗുരുവിന്റെ ധർമ്മത്തെ നമ്മുടെ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിക്ക് മാന്യം ഉണ്ടാക്കുന്നതെല്ലാം എന്താണ്? മദ്യമാണ്. ഗുരു പറയുകയാണ്, ബുദ്ധിക്ക് മാന്യം ഉണ്ടാക്കുന്നതെല്ലാം മദ്യത്തിൽ ഉൾപ്പെടുന്നു. ഈ പിള്ളേരെല്ലാം ചുരുട്ടി വലിച്ചു പുകച്ച് തെറ്റായ പ്രവണതയോടുകൂടി ജീവിക്കുമ്പോൾ അതിനൊക്കെ കാരണം നമ്മൾ കൂടിയാണ്, അല്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാ ഇവിടെ ഇത്രയും മാതാപിതാക്കള് വന്നിരിക്കുന്നു പിള്ളേരെ കൊണ്ടുവരിക. ഇല്ല, അവർ
നമ്മളെന്ത് പറയും, അവരൊക്കെ വലിയ തിരക്കാം, അവർക്ക് ജോലിക്കാരാ, അവർക്കൊന്നും വരാൻ സമയമില്ല, ഒരു അവധി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണെന്ന് റെസ്റ്റ് എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങള് സത്സംഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഗുരുവിനെ കുറിച്ച്, ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ ദുരിതപൂർണമാണ്, അല്ലേ? ഭഗവാൻ എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പുതിയ പൂ പറിച്ചു ഭവാനെ ഞാൻ മതിയിലോർത്തൊരു നേരമെങ്കിലും ഗതിവാരും പടി പൂജകൾ ചെയ്തതില്ല. അതിലൂടെ പിഴയോ ഇത് ദൈവമേ, അതിലൂടെ പിഴയോ ഇത് ദൈവമേ. നിന്റെ പുതിയ ധർമ്മത്തെ നീ എഴുതി വെച്ച, നീ പറഞ്ഞു തന്ന, ജീവിതത്തിൽ കാണിച്ചു തന്ന പുതിയ ധർമ്മത്തെ ഏറ്റുവാങ്ങാതെ ജീവിച്ചത് കൊണ്ടാണോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദാരിദ്ര്യാദി ദുരിതങ്ങൾക്ക് കാരണം? തീർച്ചയായും അല്ലേ? ഗുരു വളരെ ലാളിത്യം വേണം, അല്ലേ? കൊപ്ര കഴിക്കുന്നതിന് പകരം വെളിച്ചെണ്ണയായിട്ട് നമുക്ക് തന്നു. ഒരു അറിവിന്റെ അമൃതകുംഭം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു പ്രഭാതം തുടരുന്ന സമയം മുതൽ പ്രദോഷം അവസാനിക്കുന്നത് വരെ നാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? നമ്മുടെ ധർമാനന്ദ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? ആഴ്ചയിൽ 2 ദിവസമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശനി ഞായറെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുര സ്വഭാവത്തെ നമ്മൾ ഇല്ലാണ്ടാക്കി നമ്മുടെ ശരീരത്തിന്റെ ആന്തരികമായ അവയവങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുവാൻ, അല്ലേ? എങ്കിലല്ലേ ശരീരം ഉണർത്തുള്ളൂ. നമുക്ക് ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വയ്ക്കാം. നമുക്ക് ശരീരവും നമുക്ക് ആവശ്യമാണ്. നാം ശരീരം അല്ല. ഗുരു പറയുകയാണ്, നാം ശരീരമല്ല. എന്താണ്? അറിവാണ്. നമ്മൾ ഈശ്വരനാണ്. പക്ഷെ ആ ഒരു ശരീരം നമുക്ക് ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാനും ആ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കും. വേണ്ടാത്ത കാര്യങ്ങൾ ഇൻജക്ട് ചെയ്യുവാൻ പോകരുത്. അത് നാരായണ ഗുരുദേവൻ അരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ വീണ്ടും വീണ്ടും ഘോരമായ തപസ്സിലേക്ക് പോയി. മഹാദേവനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ പ്രത്യക്ഷപ്പെടുത്തി. ഈ മലയതിലുണ്ട് വരുന്നു 3 പാമ്പ്. മെൽക്കോമലയിൽ ഭഗവാൻ തപം ചെയ്യുന്ന സമയത്ത് പിന്നീട് എഴുതി വെച്ചിരിക്കുകയാണ്, മലയതിലുണ്ട് വരുന്നു 3 പാമ്പും പുലിയും അതിന് പാടുന്നുണ്ട് കാവടി. ഭഗവാനെ തപം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ മടിയിൽ 2 പുലി വന്ന് തല ചായച്ചു വെച്ച് കിടക്കുമായിരുന്നു. ഈ പാമ്പ് ശരീരത്തിനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുമായിരുന്നു. ധർമാനന്ദഗുരു ഒരിക്കല് തപം ചെയ്യുന്നതിന് വേണ്ടി ഘോരമായ കാട്ടില് വനത്തിൽ തപം ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ദുഷ്ടമൃഗങ്ങള്, ഈ പാമ്പുകൾ ഭഗവാന്റെ പാദത്തിൽ വന്ന് ചുറ്റിപ്പണയും. ധ്യാനത്തിലിരിക്കുന്ന ധർമാനന്ദഗുരുവിന്റെ ധ്യാനം മുടക്കുവാൻ മായ അയച്ചു വിട്ട ആ സർപ്പത്തെ ധർമാനന്ദഗുരുവിനെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. അതെല്ലാം മാറി എനിക്കിതൊന്നുമല്ല വേണ്ടത്, പരമമായ സത്യത്തെ അറിയണമെന്നുള്ള ആ വ്യാകുലത അല്ലെങ്കിൽ അതിയായ ആഗ്രഹമാണ് ശ്രീനാരായണ ഗുരുദേവനിലേക്ക് എത്തിച്ചേരുവാൻ, നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുവാൻ ധർമാനന്ദ ഗുരുവിന് സാധിച്ചത്. ഘോരമൃഗങ്ങൾക്കൊന്നും ഒന്ന് തൊടുവാൻ പോലും ആർക്ക് സാധിച്ചില്ല? ഈ മായയ്ക്ക് സാധിച്ചില്ല. ധർമാനന്ദ ഗുരുവിനെ ആ തപം വിജയിക്കുമ്പോൾ ഘോരമായ ആത്മനത്തിൻ നടുവിലായി ചോറുമായി വന്നോരാനന്ദരൂപനെ. ആ ഘോരമായ വനത്തിൽ ചോറുമായി വന്നൊരു അനുഗ്രഹ വർഷത്തെ ചൊരിഞ്ഞു നൽകിയ ഗുരു തന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നവർക്കെല്ലാം അഭയം ശിവഗിരിശിഖര അഗ്രേജിക പത്മാസനത്തം വരദം അഭയഹസ്തം പാവവിത്വം സമാനം. ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അഭയത്തെയും വരത്തെയും പ്രദാനം ചെയ്യുന്ന ആ വിശ്വഗുരുവാണ്, അധികംഭാനിധിയാണ്, അഖില ബാന്ധവനാണ്, കരുണാവാരിധിയാണ്. ആര്? സർവലോക ജനതയ്ക്കും സനാതനമായ ധർമ്മത്തെ വിഭാവനം ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ ആ ജാതി നോക്കിയില്ല, ഞാൻ SLBക്കാർക്ക് മാത്രമേ അനുഗ്രഹത്തെ കൊടുക്കൂ എന്നൊന്നും പറഞ്ഞില്ല. ആയിരങ്ങളുടെ മാറാ രോഗങ്ങൾ മാറ്റിക്കൊടുത്ത വിശ്വഗുരു ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അല്പം ഭസ്മം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കൽക്കണ്ടം കൊടുത്തുകൊണ്ട്, മുന്തിരി കൊടുത്തുകൊണ്ട്, ഒരു പഴം പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് ശ്രവണശേഷിയും കാഴ്ചശക്തിയും എല്ലാം പ്രദാനം ചെയ്തു കൊടുത്തതാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ നമ്മുടെ ധർമാനന്ദ ഗുരുവും ഒരു ഭസ്മം പ്രാർത്ഥിച്ച് നമ്മളിലേക്ക് തരും. 1964 കാലഘട്ടത്തില് മാവേലിക്കര യൂണിയൻ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ഈ പൊതിയുടെ ഒരു പേപ്പർ പൊതിഞ്ഞ് ഭസ്മം കൊടുക്കുക. അപ്പൊ ഭഗവാനെ കാണാൻ, ധർമാനന്ദ ഗുരുവിനെ കാണാൻ അവിടെ ആളുകൾ വരുമായിരുന്നു മാവേലിക്കര യൂണിയൻ ഓഫീസിൽ. അപ്പൊ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് പേപ്പറിലെ ഭസ്മം പൊതിഞ്ഞ് അത് പ്രാർത്ഥിച്ചു കൊടുക്കുവാൻ ധർമാനന്ദ ഗുരു. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ കഥകളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ഡിവോട്ടീസ് ആയതുകൊണ്ട്, വിശ്വാസികൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ലയോ സഹോദരങ്ങളെ, അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ തപസ്സിനകത്ത്
സദാശിവ ദർശനം എന്ന കൃതിയിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരാൾ തപസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരനെ പ്രാർത്ഥിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്തുവാ? ദൈവമേ നിനയ്ക്കാം ഞാനും നീയും ഒന്നു തന്നെ. നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഗുരുദേവ പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ ഒരിക്കല് ശ്രീനാരായണ ഗുരുദേവൻ പ്രാക്കുളത്ത് കോലത്തുകരയില് പോയിരിക്കുന്ന സമയം, അപ്പൊ അവിടെ ഒരുപാട് ആളുകൾ നാരായണ ഗുരുവിനെ കാണുന്നു. ഒരു സമയത്ത് നാരായണ ഗുരുവിനെ താമസിക്കുന്നത് എഴുത്തൻ നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ. അദ്ദേഹത്തിന്റെ അമ്മാവൻ മാധു വന്ന അവിടെ ഭഗവാന്റെ പാദത്തിലൊക്കെ തൊട്ട് നമസ്കരിച്ച് കാലിലൊക്കെ തൊട്ട് തൊഴുത്ത് നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്തു. അപ്പോ ഈ ചെയ്യുന്ന സമയത്ത് ഈ എഴുത്തൻ നാരായണൻ പറയുകയാണ്, അമ്മാവനെ ഇങ്ങനെയൊക്കെ ചെയ്താലും നിരീശ്വരവാദിയാണ്, ഈശ്വരവിശ്വാസമൊന്നും ഇല്ലെന്നുണ്ട്. അപ്പോൾ നാരായണ ഗുരുദേവൻ ചോദിക്കുക, അങ്ങനെയാണോ മാധു? അങ്ങനെ ഭഗവാന്റെ ചോദ്യങ്ങൾക്ക് ഒരു ലാളിത്യവും അല്ലെങ്കിൽ ഒരു ഫലിതപ്രരൂപേണ ഭഗവാൻ കാര്യങ്ങൾ ആണോ? നീ അങ്ങനെയാണോ? അപ്പൊ അങ്ങ് ചോദിച്ചപ്പോ അങ്ങനെയല്ല സ്വാമിജി, ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല, ഞാൻ ഈശ്വരവാദിയാണ്. പിന്നെ ഈ കുടുംബദൈവങ്ങളോടുള്ള അടുപ്പം ഇച്ചിരി കുറവാണേ. അപ്പൊ പറയുകയാണ് നാരായണ വീട്ടിൽ ചോദിക്കുകയാണ്, അപ്പൊ നീ പ്രാർത്ഥിക്കാറൊന്നുമില്ലേ? പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന മാത്രമാണ് ഇന്നത്തെ നമുക്ക് പ്രാർത്ഥന പ്രകർഷണമുള്ള അത്തര ഖലു നാമസങ്കീർത്തനം, കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടായിരിക്കാം നാരായണ ചോദിക്കാൻ, നീ പ്രാർത്ഥിക്കാറില്ലേ? ഇല്ല സ്വാമിജി, പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥന അങ്ങ് എഴുതി തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നാരായണ ഗുരുദേവൻ എഴുതി കൊടുത്തു. ഏതാ? അപ്പൊ നമ്മൾ കോലത്തുകരയെ വെച്ച് എഴുതിയ ഒരു പ്രാർത്ഥന നമുക്ക് അറിയാം. ഏതാ? നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥന ചെയ്തിട്ടില്ലേ? രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം, ഏകാമത കാമാന്തക കാരുണ്യമയോദേ, ഏകീടനമേ സൗഖ്യം എനിക്കൻപൊടു ശംഭോ, കോലത്തുകരക്കോവിൽ പഴും ഭഗവാൻ. ദുഃഖങ്ങളൊക്കെ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആ കോലത്തുകരൻ വെച്ച് മറ്റൊരു കൃതിയും കൂടെ എഴുതി. അതാണ് നാരായണ ഗുരുദേവൻ പെട്ടെന്ന് എഴുതി കൊടുത്തതാ. എന്താ? ഒരു ജന്മം കൊണ്ട് പഠിച്ചാൽ തീരാത്ത, ഒരു ജീവിത കാലയളവ് കൊണ്ട് പഠിച്ചാൽ തീരാത്ത അത്രത്തോളം കാഠിന്യമേറിയ എടുത്താൽ പോകാത്ത ഒരു കൃതിയാ ഗദ്യ പ്രാർത്ഥന പറയുന്നത്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്ന് ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല എന്ന് ആര് പറയുകയാണ്? നാരായണ ഗുരുദേവൻ പെട്ടെന്ന് എഴുതി കൊടുത്തതാണ്. പെട്ടെന്ന് നാരായണ ഗുരുദേവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് എഴുതിയിരിക്കും, നാം ശരീരമല്ല, അറിവാണ്. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഭഗവാൻ പറഞ്ഞിട്ടില്ലേ എന്നെ വെച്ച് പൂജിക്കരുത്, എന്നെ വെച്ച് ആരാധിക്കരുത് എന്നൊക്കെ നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചില അറിവ് കൂടിയ ആളുകൾ, നമ്മളെക്കാൾ അറിവുള്ളവരൊക്കെ പറയാറുണ്ട് അല്ലേ? 10-25 വർഷം കൊണ്ട് ഞാൻ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഗുരു അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആരിവർക്ക് പറഞ്ഞു കൊടുത്തത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഗുരു അവർക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് ഗുരുവിനെ കുറിച്ച് ശരിയായ അറിയില്ല. ദൈവത്തിൽ പ്രാർത്ഥന എടുത്തൊന്ന് നോക്കാം നമുക്ക്. നാം ശരീരമല്ല, അറിവെന്ന് വെച്ചാൽ ഈശ്വരനാണ്. ഈ ശരീരം ഉണ്ടാവുന്നതിന് മുൻപിൽ ഈ ശരീരം ഏത് ശരീരമാ? കുട്ടികളുടെയും മാടനാശാന്റെയും സംയോജനപരമായി നമ്മൾ ഈ കാണപ്പെടുന്ന ഒറ്റമുണ്ടും അല്ലെങ്കിൽ നേരിട്ട് കൊടുത്ത ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായിരുന്ന ഈശ്വരനായിരുന്ന ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുമ്പും ഞാൻ ഉണ്ടായിരുന്നു. ഇനിയും ഇതൊക്കെ ഇല്ലാതെ പോയാൽ ഇനി ശരീരം 72 വർഷം 23 ദിവസം കഴിയുമ്പോൾ മഹാസമാധി ഗുരുവിനറിയാം. ഈ ശരീരം ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ എപ്രകാരമാണോ പ്രകാശിച്ചുകൊണ്ട് അഖണ്ഡ പ്രകാശമായിട്ട് നിലകൊണ്ടത്, ഞാൻ എപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് നാരായണ ഗുരുദേവൻ നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടാണ്, ഒരു വാക്ക് തന്നിട്ടാ പോയതല്ലേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടാണ് നാരായണ ഗുരുദേവൻ പോയത്. അപ്പൊ നാരായണ ഇനിയും എവിടെയെങ്കിലും വ്യക്തമായിട്ട് പറയണോ എന്നെ വെച്ച് ആരാധിച്ചിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം ആണോ? ഒരു സംശയം പറഞ്ഞു. ആത്മോപദേശ ശതകം കൃതി 100 പദ്യങ്ങൾ, അതേപോലെ 99 വീട് 100-ാം പദ്യം
100-ാം പദ്യത്തിൽ നാരായണ ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുക എന്തുവാ? അതുമിതുമല്ല അസദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസവിധി പ്രതിപത്തിയറ്റ് സത്തോ ഇതി മൃദുവായ മൃതിടേണം. അതുമിതുമല്ല ഞാൻ എന്താ ആ കാണുന്നതും ഈ കാണുന്നതൊന്നുമല്ല. അതുമിതുമല്ല, അസദർത്ഥമല്ല, തെറ്റായ അർത്ഥത്തോടു കൂടിയവനല്ല ഞാൻ. അഹം ഞാൻ. പിന്നെയോ സച്ചിദാനന്ദമെന്നു തെളിഞ്ഞു ധീരനായി, സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാനെന്ന് മനസ്സിലാക്കി. സച്ചിദാനന്ദമെന്നു തെളിഞ്ഞു ധീരനായി അസതിഥി പ്രതിപത്തിയേറ്റ് സത്യമേത് അസത്യമേതെന്ന് മനസ്സിലാക്കി മൃദുവായി വരുവാൻ ഗുരു തന്നെ എഴുതി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഇനിയും സന്ദേഹം വേണോ? ആ കാണുന്നതല്ല ഞാൻ, ഈ പറയുന്ന ഞാനെന്ന് പറയുന്നതല്ല ഞാൻ, ഇതിനൊക്കെ അപ്പുറത്തുള്ള മറ്റേതോ ഒരു അഖണ്ഡ പ്രകാശമാണ് ആര്? നമ്മുടെ കുണ്ടലിനി പാട്ടില് പ്രാർത്ഥിക്കാറുണ്ട്. കുണ്ടലിനി പാട്ടൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? നമ്മൾ ഗുരുദേവന്റെ കൃതികൾ പാരായണം ചെയ്ത് പഠിക്കും. അത് ധർമാനന്ദ ഗുരുവിന്റെ കൃതികൾ മന്ത്രസമാനമാണ്. മന്ത്രങ്ങൾക്ക് പ്രാധാന്യം എത്രത്തോളം ഉണ്ടോ, ഇപ്പൊ നമ്മൾ അങ്ങനെ മന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ നാരായണ ഗുരുദേവൻ ധർമാനന്ദ ഗുരു വളരെ ലളിതമായിട്ട് പ്രാർത്ഥനാ രൂപത്തിൽ കലിയുഗ രാക്ഷസന്റെ കലികാല അതാണ് മെയിൻ. കലിയുഗ രാക്ഷസൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ കലിതുള്ളി നിൽക്കുന്ന രാക്ഷസനെ അമർച്ച ചെയ്യുവാൻ, അത് നമ്മളിലേക്ക് വന്നു ചേരാതെ ആസുര സ്വഭാവം നമ്മൾ മറ്റിലേക്ക് കാണിക്കാതിരിക്കുവാൻ അപ്പൊ ധർമാനന്ദ ഗുരു അതൊരു മന്ത്രങ്ങളെ പ്രാർത്ഥനാ രൂപത്തിൽ എഴുതി തന്നിരിക്കുകയാണ്. പക്ഷെ നാരായണ ഗുരുദേവന്റെ കൃതികളും അതുപോലെ തന്നെയാണ് മന്ത്രതുല്യമാണ്. അപ്പൊ കുണ്ടലിനി പാട്ടിനെ നമ്മുടെ ശരീരത്തിന്റെ കുണ്ടലിനി ശക്തി ഉയർത്തുന്ന നാദത്തിന്റെ പാട്ടല്ല കേട്ടോ. കുണ്ടലിനി പാട്ട് പറയുന്നത് നമ്മുടെ ജീവചൈതന്യത്തെ ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പൊ അതിൽ ഗുരു എഴുതിയിരിക്കുകയാണ്, ഓമെന്ന് തുടങ്ങി ഒരു കോടി മന്ത്രപ്പൊരുൾ നാമം അറിഞ്ഞു കണ്ട് ആടുവാമേ. ഓമെന്ന് തുടങ്ങി ഈ പ്രപഞ്ചം ഉണ്ടായത് ഓമെന്ന ഉങ്കാരമായ ഒരു ശബ്ദത്തോടു കൂടിയാണ്. അകാര ഉകാര മകാരങ്ങളുടെ സംയോജന ഫലമാണല്ലോ ഓം. ഓം എന്ന ശബ്ദത്തെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ 3 സ്വരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഓം എന്ന് തുടങ്ങി ഈ പ്രപഞ്ചം ഉണ്ടായ ശബ്ദമായ ഓങ്കാരം, ഇത് തുടങ്ങി പിന്നീട് ഒരുപാട് മന്ത്രങ്ങൾ വന്നു. അപ്പൊ 1 കോടി മന്ത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാമെന്നറിഞ്ഞു കണ്ട ആടുവാമേ എന്ന് നാരായണ ഗുരുദേവൻ എഴുതി. അപ്പൊ ഈ ഗുരുവിനെ നമ്മൾ പഠിക്കണമെങ്കിൽ ഗുരുവിന്റെ കൃതിയിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ഗുരുദേവന്റെ കൃതികളെ തലനാരിന്റെ കീഴുന്ന ചിന്താ പദ്ധതികളിലൂടെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഇരിക്കുന്ന വിശ്വഗുരുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ എന്ത് പറയും? സാമൂഹ്യ പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ നാരായണ ഗുരുദേവൻ ശരിയായ രീതിയിൽ പഠിക്കുമ്പോൾ ഞാനത് ചോദിക്കട്ടെ, നാരായണ ഗുരുദേവൻ നടത്തിയ നവോത്ഥാനം, നാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ള പരിഷ്കരണങ്ങൾ കേരളത്തിന്റെ മണ്ണില്, ഇന്ത്യയുടെ മണ്ണില് മറ്റാരാണ് ചെയ്തിട്ടുള്ളത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ക്ഷേത്രങ്ങള് വേണ്ട എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ക്ഷേത്രത്തെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് നാരായണ ഗുരുദേവൻ ക്ഷേത്ര പ്രവേശനം നമുക്ക് നൽകിയില്ലേ? അത്രയും വലിയ നവോത്ഥാനം ആർക്കാണ് ആ കാലഘട്ടത്തിൽ നാരായണ ഗുരു ചെയ്തെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ശീലം മാറ്റിയെടുക്കാൻ സാധിക്കുമോ? നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയപ്പോൾ സമരനൊക്കെ ചോദിക്കാൻ വന്നു. അപ്പൊ നാരായണ ഗുരു എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിന് പിഴുതു മാറ്റിവെക്കാൻ നാരായണ ഗുരുദേവൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു. കാട്ടിൽ കിടക്കുന്ന കൊമ്പനെ കൊണ്ടുവരേണ്ടി വരുമെന്നും നാരായണ ഗുരുദേവൻ പറയുകയുണ്ടായി. എന്തുകൊണ്ടാ? അത്രയ്ക്ക് ശക്തിമത്തായ രീതിയിൽ ജനിച്ചപ്പോൾ കരയാത്ത നാരായണൻ വിശപ്പിന് വേണ്ടിയും ദാഹത്തിന് വേണ്ടിയും ജാതീയമായ പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴും കരയാത്ത നാരായണൻ ശങ്കരൻകുഴിയിൽ നിന്നും ആ ശിലാഖണ്ഡത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ഭുതേരൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് കലശ അഭിഷേകം നടത്തിയ ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ പ്രതിഷ്ഠ അവിടെ നടത്തിയത്. വലിയ സഹോദരങ്ങൾ, അത്രയ്ക്ക് ശക്തിമത്തായ പ്രതിഷ്ഠയാണ് നാരായണ ഗുരുദേവൻ അവിടെ നടത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നാരായണ ഗുരുദേവൻ 85 കാലഘട്ടം മുതൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠ നടത്തി. 64 പരം ക്ഷേത്രങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ പൂജിക്കുവാൻ ക്ഷേത്രങ്ങൾ തുറന്നു തന്നു. അതോടൊപ്പം തന്നെ കൃതികളും എഴുതി തന്നു. അപ്പൊ ആ കൃതികളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം അല്ലേ? ഈണം പോരാ അല്ലേ? നമുക്ക് ഈണമുള്ള കൃതികൾ ചെല്ലുമ്പോഴും ഒരു സുഖമുണ്ട് അല്ലേ? ഭഗവാൻ തന്റെ
ഇങ്ങനെ നമുക്കറിയാൻ വയ്യാത്തതുണ്ടല്ലോ. അതിന്റെ ഒരു രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ ഭഗവാന്റെ കൃതികൾക്ക് തത്തുല്യമായ കൃതികളില്ല. നമുക്ക് ഈ പാരമ്പര്യ ഗാനങ്ങളൊക്കെയാ ഇഷ്ടമല്ലേ? മുരുക 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 മുരുകയ്യ വാ വാ സ്കന്ദകടം വാ കതിർവടി വീര സ്കന്ദയ്യ വാ. തമിഴൊക്കെയാണോ അല്ലേ? തമിഴാണല്ലോ. ഇരവിലെയും മലമേലേ മൈലാണ്ടി മുരുകനടാ മൈലേലേ നടമാടും സിംഗാരവേലനടാ സിംഗാരവേ. ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്കൊരു ഭക്തിയായി അല്ലേ? അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഷണ്മുഖ സ്തോത്രത്തില് ആയിൽ തുടങ്ങി അങ്ങോട്ട് എഴുതിച്ച അക്കബിംബം ഒരാരുതി ചുയരുന്ന പോലെ വിളങ്ങിയും ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഒഴുകിയിടുവമ്പരഗംഗയും തൃക്കുരുന്നിലെനിക്കു കാണണം എപ്പോഴും ഗുഹപാഹിമ. പിന്നെന്തുവാ ആ കഴിഞ്ഞെന്തുവാ? ആറുവാർമതിയോടെതിർത്തു ജയിച്ചിടും തിരുനെറ്റിമേൽ ആരിലും പൊരിച്ച വലിപ്പമുള്ളൊരു കൺകൊളും കൂറൊടും നിജ. പിന്നെന്താ ഈ ഇന്ദുബിംബ വിഭാവസുക്കളിടംബലം നയനങ്ങളാം. അപ്പൊ എത്രയോ സുന്ദരമായ രീതിയിൽ ഭഗവാൻ നമുക്ക് കൃതികൾ വിനായകനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് എന്താ നവദേവവൃന്ദം രസുദ്ധേതഗന്ധം ശിരശ്രീമദിന്ദും ശിരശ്രീ മുകുന്ദം പ്രഹച്ചാരിശുണ്ഡം സുതശ്രീ സനന്ദം ജാഹിൻ. എല്ലാ ദേവീ ദേവന്മാരെയും കുറിച്ചും ദേവിയെ കുറിച്ചാണെങ്കിൽ ഏതാ എങ്ങനെ അവരത്തമഞ്ചേരി ഒന്നായ മാമതിയിൽ നിന്ന് 1000 തരവിലുണ്ടാശയം പരിചുരുണ്ട്. അപ്പൊ അത്രയും വളരെ അർത്ഥവത്തായ കൃതികൾ നാരായണ ഗുരുദേവൻ. മഹാദേവനെ സ്തുതിക്കാനോ? മഹാദേവനെ സ്തുതിക്കാൻ ഏതാണ്? ശിവസദമുണ്ട്. ബ്രഹ്മമുഖാവര വന്ദിതലിംഗം ജന്മജരാമര നാദകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുവാചിതം. അപ്പൊ അങ്ങനെയുള്ള കൃതികളെ പാരായണം ചെയ്തുകൊണ്ട് ഈ ലോകത്തിന് പ്രകാശമായി നിലകൊണ്ട ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1855 തൊട്ട് 1928 വരെ ആ കാലയളവില് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഭഗവാന്റെ അത്ഭുതമായ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഭഗവാൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഭഗവാന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചൊന്നും പറയാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോഴാണ് ഭഗവാനോട് നമുക്ക് എന്തുണ്ടാവുക? ഭയം ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക. ഭയത്തിലൂടെ ഉണ്ടാകുന്ന ഭക്തിക്കാണ് സ്ഥിരത ഉണ്ടാവുക. വെറുതെ പ്രഹസന ഭക്തി അല്ല. നമുക്ക് ഭയം ഉണ്ടാവണം. നമ്മൾ ആരുടെ മുമ്പിലാണ് ഈ ചെയ്യുന്നത്? ഉലകിലുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കുകയും പിൻപൊലികയുമില്ല. ഇത് കണ്ടുപോയിടേണം. ഉലകിലുറങ്ങി ഉണർന്നു ചിന്ത പലതും ചെയ്യും. ഇതൊക്കെ ഉറ്റുപാർത്തു നമ്മുടെ അന്തരാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. എന്നിലും ഇതിലുമെല്ലാം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഭയം ഉണ്ടാകും. ഭയത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? ഭക്തി ഉണ്ടാവും. ആ ഭക്തിക്കാണ് ഭഗവാൻ അവിടെ മാർക്കെടുത്തത് അല്ലേ? ലോകമാകുന്ന കോടതിയിൽ ഭവാൻ ന്യായപീഠത്തിലാകനായി. ലോകമാകുന്ന കോടതിയിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ പുസ്തകം എടുത്ത് വായിക്കും. ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എണ്ണി നമ്മൾ എന്ത് ചെയ്യണം? പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഗുരു പറഞ്ഞിട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് യഥാർത്ഥ ശ്രീനാരായണീയരായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ സുദിനത്തിന്റെ ഭഗവാനെ കുറിച്ച് അല്പനേരം ബാഹ്യമായ രീതിയിൽ കൂടുതൽ ആന്തരികമായിട്ട് കേട്ട് സംസാരിക്കുവാൻ സാധിച്ചില്ല. ഇനി ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനൊക്കെ ഭഗവാന്റെ ഒരു 72-73 വർഷക്കാലത്തെ ജീവിത കാലയളവിലുണ്ടായ അത്ഭുത പ്രവർത്തികൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ, ഗുരുദേവ ശിഷ്യ പരമ്പരകൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു സുദിനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ. അതിന് ഭഗവാൻ വേദിയൊരുക്കട്ടെ. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹ വർഷം ചൊരിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രോഗ്രാമിനെ ക്ഷണിച്ച ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുവാണ്. നന്ദി, നമസ്കാരം. ഇവിടെ നല്ലൊരു അനുഗ്രഹ പ്രാർത്ഥന നൽകിയ ശ്രീ വൈദ്യശാന്തിക്ക് ഈ സമിതിയുടെ പേരിലുള്ള
ധർമാനന്ദത്തിന് വേണ്ടി അനുഗ്രഹ ആശംസകൾ ഇന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ഈ തിരുനാൾ സന്ദേശം അറിയിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഗോവൻ കേന്ദ്രയെ ആദരവോട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശ്രീനാരായണ ഗുരു ധർമാനന്ദ ഗുരുകുലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ശശികുമാർ അവർ സമിതി പ്രസിഡന്റ്, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗംഗാധരൻ സ്വാമി, സ്വാഗതം ആശംസിച്ച ശ്രീ രവീന്ദ്രൻ അവർ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ടി സേവ്യർ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ സൈജു ശർമ്മ അവർ, അനുഗ്രഹ പ്രഭാഷണം നടത്താനായിട്ട് എത്തിയിട്ടുള്ള ശ്രീ രാജൻ ഡി പന്തള, മറ്റ് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ കരുണാകരൻ അവർ, മറ്റ് ആശ്രമത്തിലെ ആത്മീയ ആചാര്യന്മാർ, ഭക്തജനങ്ങൾ, നാട്ടുകാരെല്ലാവർക്കും നമസ്കാരം. ഞാൻ 1 മണിക്കൂർ വൈകുമെന്ന് പ്രസിഡന്റിനോട് മുൻകൂട്ടി അറിയിച്ചിരുന്നു. വേറെ കമ്മിറ്റി ഉള്ളതുകൊണ്ട് അവിടെ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് കുറച്ച് വൈകി. നമ്മുടെ ആശ്രമാന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടന്നു വരുന്നത്. എന്നാൽ ഇന്നത്തെ ചടങ്ങ് ഈ ആശ്രമത്തിന് ജീവാത്മാവും പരാത്മാവുമായി നിലകൊള്ളുന്നത്, ഇതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകിയ ഇതിൻ്റെ സ്ഥാപക ആചാര്യൻ നമ്മുടെ ഗുരു ധർമാനന്ദ സ്വാമികളുടെ 115-ാം ജന്മദിനമാണ്. ഈ സുദിനം ഇവിടെ ആചരിക്കുമ്പോൾ ഇവിടുത്തെ ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാവരും കുടുംബസമേതം ഇവിടെ പങ്കെടുക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ തലമുറകളായി ഇവിടെ പങ്കെടുക്കുകയും ആചരിച്ചും വരുന്ന ഒരു മഹത്തരമായ കാര്യമാണ്. എൻ്റെ കർത്തവ്യം ഈ സുദിനത്തെക്കുറിച്ച് ഈ തിരുനാൾ സന്ദേശം പകരുക എന്നുള്ളതാണ്. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഒരു സമൂഹത്തിന് മാർഗദർശിയായിട്ട് മാറുന്ന ആളുകൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം. അത്തരം ആളുകളാണ് നമുക്ക് വഴികാട്ടിയായി നമുക്ക് ഒരു ജീവിത സന്ദേശം പകർന്ന് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജനതയ്ക്കും ഏറ്റവും കൂടുതൽ പ്രചോദനകരമായി നിന്നിട്ടുള്ളൂ. അത് ശ്രീനാരായണ ഗുരുദേവൻ മുതൽ ചട്ടമ്പിസ്വാമികൾ മുതൽ അങ്ങനെ ഒരു വലിയ പരമ്പര നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെയൊക്കെ ശിഷ്യരായിട്ട് വന്നിട്ടുള്ള നിരവധി ആളുകൾ നമുക്ക് മുന്നിൽ മാർഗദർശികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ പരമ്പരയിൽപ്പെടുന്ന ഒരു മഹത്തായ കർമ്മത്തിന് നേതൃത്വം കൊടുത്ത ആത്മീയ ആചാര്യനാണ് ഗുരു ധർമാനന്ദ സ്വാമി. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാത്സല്യവും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടാനും കാണുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന കാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഗീത പഠന ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ആ പഠന ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഏതാണ്ട് 4ാം ക്ലാസ് മുതൽ 6-7 വർഷം അവിടെ ഗീത പഠനത്തിന് ഞാനിവിടെ ആശ്രമത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുധർമാനന്ദ സ്വാമികളുടെ വാത്സല്യവും അദ്ദേഹത്തിന്റെ ആ കർമ്മവും അദ്ദേഹത്തിന്റെ ദിനചര്യയും
കാണുവാനും ബോധ്യപ്പെടാനും ഒക്കെ അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സുദിനത്തിന് കൂടുതൽ പ്രാധാന്യം ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം നമ്മൾ കൂടുതൽ കരുത്തുറ്റതായി നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള നമ്മുടെ തലമുറയെ കൂടുതൽ കരുത്തുറ്റതാക്കുവാൻ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഏറെ ഗുണകരമാണ്. ഏവർക്കും ഈ തിരുനാൾ കൂടുതൽ പ്രചോദനമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസകളോട് തിരുനാൾ സന്ദേശവുമായി ഇവിടെ പങ്കെടുക്കുവാൻ ക്ഷണിച്ചതിനുള്ള സമിതി ഭാരവാഹികൾക്കുള്ള നന്ദി പ്രത്യേകിച്ച് ഈ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അറിയിക്കുകയും ചെയ്തു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് തിരുനാൾ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ രക്ഷാധികാരി കൂടിയായ ബഹുമാനിയായ ശ്രീ രാജൻ സാർ അവരുടെ കാലത്തോളം കേട്ടു. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സംഗീത സ്വരൂപിയായ ശ്രീ ശശികലൻ ഈശ്വര പ്രാർത്ഥന നിർവഹിച്ച ശ്രീ ഗുരുരാജാര്യ ഗംഗാധര സ്വാമി, അതുപോലെ തന്നെ സുന്ദരേശൻ സ്വാമി, സ്വാഗതം ആശംസിച്ച സംഗീത സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ, ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമതി തിരു സേവ്യർ, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, മുഖ്യ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച ചെങ്ങന്നൂർ എസ് യൂണിയൻ വൈദിക യോഗം പ്രസിഡന്റ് ശ്രീ സതീശാലിയോട് തിരുനാൾ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ചെന്നിത്തല, കൃതജ്ഞത അറിയിക്കുന്ന ശ്രീ കരുണാകരൻ ചേട്ടൻ, ഒപ്പം ഗുരുവിന്റെ ജന്മദിനത്തിൽ പുണ്യദിനത്തിൽ ഇവിടെ എത്തി ഇതിൽ ഭാഗവാക്കായി ഭക്തിയുടെ നിറവില് ഈ സമ്മേളനം ഇന്ന് നടക്കുന്ന എല്ലാ കർമ്മങ്ങളും പര്യവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുകുല സമിതി അംഗങ്ങളും വിശിഷ്ട വ്യക്തികളും ആയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ആത്മമിത്രങ്ങളെ, ഏവർക്കും എൻ്റെ ആശംസാപൂരിതമായ കൂട്ടുകൾ. ഇന്ന് കാലത്ത് മുതൽ ഗുരുവിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് വിശേഷ വിധികളോടുകൂടി പല കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ ശ്രീനാരായണ പരമഹംസദേവന്റെയും ആ പാദകമലകളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് നേരിട്ട് ദർശനം നൽകിയ ഗുരു ധർമാനന്ദജിയുടെയും ജനനം മുതൽ സമാധി വരെയും ഇതിനിടയ്ക്കുള്ള ആ പുണ്യ ജീവിത രീതിയെയും ഒപ്പം മാനവരാശിക്ക് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശങ്ങളെയും സംബന്ധിച്ച് സവിസ്തരം ഇപ്പം നമുക്ക് കേട്ടിരിക്കുകയാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇനി അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഈ സമയത്തിന്റെ പരിമിതി കൂടിയുണ്ട്. സ്കോളർഷിപ്പ് വിതരണം നടക്കണം, പ്രവർത്തകരെ അറിയിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർമ്മം നിറവേറ്റാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ആദ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഗുരുവിന്റെ ജന്മദിനത്തിൽ എത്തിച്ചേർന്ന നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഒരു ഗുരുവിന്റെ ഇവിടെ വന്ന് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ള എല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഗുരുവിന്റെ അനുഗ്രഹം നമ്മളിങ്ങനെ ധാരധാരയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഗുരുവിന്റെ ജന്മദിനത്തിന്റെ പേരിൽ ഒത്തുകൂടിയിരുന്നുകൊണ്ട് ഗുരുവിനെ സ്തുതിക്കുന്ന അവസരത്തിൽ ഗുരുവിന്റെ അനുഗ്രഹം മേലിലും എക്കാലവും നമ്മൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനായി എല്ലാവരും ഒരു നിമിഷം ഒന്ന് നിവർന്നിരുന്നു കൊണ്ട് കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് പൂജനീയ ധർമാനന്ദ ഗുരുവിന്റെ ഛായാചിത്രം ഉണ്ട്. ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ശരിക്കും ആ രൂപത്തെ അവരവരുടെ ഉള്ളിലേക്ക് കണ്ടുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാനൊരു രണ്ടുപേരും പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന. ആനന്ദാമൃതവർഷം ചൊരിയും ധർമാനന്ദ ഗുരോ അരുളണമേ കൃപയടിയങ്ങളിവർ ശരണാഗതരല്ലോ ശരണാഗതരല്ലോ. അനുദിനം അങ്ങേ തൃപ്പാദങ്ങളിൽ അർച്ചന ചെയ്യുന്നേ. അനുഗ്രഹിക്കണമേ ഗുരുനാഥ കനിവോടെന്നും കനിവോടെന്നും. ദുരിതക്കടലിൽ കര കാണാതിവരുടരും നേരത്ത് തൃക്കരമേകി കരകയറ്റിയിടുക സദ്ഗുരുനാഥ നീ സദ്ഗുരുനാഥ നീ. കഥനത്താൽ മനമുരുകിയിട്ടടിയോ കരയും നേരത്ത് കാരുണ്യത്താൽ കഴുകണം ഇവരെ കരുണാസാഗരമേ കരുണാസാഗരമേ. ജീവിത വീതിയിലങ്ങു കൊളുത്തിയ കൈത്തിരിനാളവുമായി മാനവ ജീവിത ലക്ഷ്യം നേടാൻ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. ആനന്ദാമൃതവർഷം ചൊരിയും ധർമാനന്ദ ഗുരോ അരുളണമേ കൃപയടിയങ്ങളിവർ ശരണാഗതരല്ലോ ശരണാഗതരല്ലോ. അനുദിനം അങ്ങേ തൃപ്പാദങ്ങളിൽ അർച്ചന ചെയ്യുന്നേ. അനുഗ്രഹിക്കണമേ ഗുരുനാഥ കനിവോടെന്നും കനിവോടെന്നും. ഭഗവാൻ ശ്രീനാരായണ ബ്രഹ്മസുരന്റെ ആ പാദങ്ങളെ പിന്തുടർന്ന് നേതിയുടെ നിയോഗമെന്നോണം ഈ സ്ഥാപനം സ്ഥാപിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവർക്കുണ്ടാകുന്ന നിത്യ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് ഒപ്പം മനുഷ്യ ജീവിതത്തിന്റെ തന്നെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതിന് ആവശ്യമായ എല്ലാ കർമ്മ പദ്ധതികളും ധർമാനന്ദകളോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓരോരുത്തരും അവകാശികളായി തീരുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മളിലേക്ക് ധർമാനന്ദ ഗുരുവിലൂടെ നാരായണ ഗുരുവിലൂടെ ഭാരതത്തിലെ സകല ഗുരുക്കന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുന്നത്. അങ്ങനെ ജീവിക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ധർമാനന്ദ ഗുരുവിനെ നാമത്തിൽ ചേരുന്ന ആ സുദിനത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഞ്ചപാപം വെടിഞ്ഞ് പഞ്ചശുദ്ധിയോടെ ഏകദൈവ വിശ്വാസത്തിൽ എത്ര ദിവസം പ്രാർത്ഥിക്കണമെന്നാണ്? ആഴ്ച 2 ദിവസം, ഉച്ചമാസത്തിൽ 11 ദിവസം. നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് നിത്യേന ജീവിക്കണമെന്നാണ്. നിത്യേന ജീവിക്കണം. അപ്പം ആയിക്കൊള്ളട്ടെ. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യ ജന്മം കിട്ടിയ ഒരു വ്യക്തിക്ക്, സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, ഒരു ഗുരുവിനെ, അതും ധർമാനന്ദ ഗുരുവിന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമനായ ഗുരുവിനെ
പ്രണവം ഉണർന്നു പുറപ്പൊഴിഞ്ഞു വാഴും മുനി എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മജന്മാന്തരങ്ങളായി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ശരീരവും എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉള്ള യാത്രകളിൽ എപ്പോഴാണോ ഒരു പരമഗുരുവിനെ ഗുരുവായി അംഗീകരിച്ചുകൊണ്ട് ആ ഗുരുവിന്റെ വാക്കുകൾ ശ്രമിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടുന്നത്, ആ ജന്മത്തിൽ ഗുരുവിന്റെ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരല്പം പോലും തെറ്റാതെ ജീവിച്ച് ജീവിതം ഇവിടെ പൂർണ്ണമാക്കുക എന്ന ഒരു പരമമായ ലക്ഷ്യം മനുഷ്യജന്മത്തിനുണ്ട്. പരമമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ലോകത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും എന്റെ അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ 33 കോടി ദൈവങ്ങളല്ല ഭാരതത്തിലുള്ളത്, മറിച്ച് 33 കോടി ഗുരുക്കന്മാരാണ്. കാരണം അതിനെന്താ തെളിവ് വെച്ച് കഴിഞ്ഞാല് കർമാനന്ദ ഗുരു പാടി വെച്ചിട്ടുണ്ട്, കോടാകോടി ജന്മമേന്തി മമദേവ ഭഗവാനേ കേട്ടുവാരാ അന്ത്യകാലത്ത് ശ്രീനാരായണനായി ജന്മം കൊണ്ടത് ആരാണ്? ആ പരമഗുരു തന്നെയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാന ഭാഗത്ത് മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രമുണ്ട്. അവിടെ ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ ഒരു സ്തോത്രമുണ്ട്, ഒരു സ്തുതിയുണ്ട്. നമോസ്തു അനന്തായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷ ശിരോരുബാധവേ സഹസ്രനാമേ പുരുഷായ ശാശ്വതേ സഹസ്രകോടി യുഗധാരിണേ നമഃ. ഓം സഹസ്രകോടി യുഗധാരിണേ ഓം നമ ഇതി. അതായത് ഇതിന്റെ സാരം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംശയം ലേശം പോലും ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കണം. കാലാകാലങ്ങളായി ഓരോ യുഗങ്ങളിലും ഇങ്ങനെ ആ പരമസത്യം മനുഷ്യ ആകാരം കൊണ്ട് ഗുരുക്കന്മാരുടെ രൂപത്തിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യ ജന്മം എടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർത്യാവതാരക മർത്യശിക്ഷണം. ഏതൊക്കെ സമയങ്ങളിലാണോ യുഗങ്ങളിലാണോ തെറ്റായ വഴിയിലൂടെ മനുഷ്യർ സഞ്ചരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അത് ശരിക്കും തിരുത്തി ശരിയായ ദിശാബോധത്തോടുകൂടി മാനവരാശിയെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അത് ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട്, മാനവ ജന്മത്തിന്റെ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കലാകാരൻ ഗുരുക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആത്മാനന്ദ ഗുരുവിലൂടെ നമ്മൾ കാണേണ്ട ആരെയാണ്? നാരായണ ഗുരുവിനെയാണ്. നേരത്തെ മുഖ്യപ്രഭാഷണം നടത്തിയ അദ്ദേഹം പറയുകയുണ്ടായി, ഗുരുവിൽ നിന്ന് നമുക്ക് ആദ്യം ലഭിച്ച കൃതി ശ്രീകൃഷ്ണ ദർശനമാണ്. അപ്പൊ നാരായണ ഗുരു ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ കൃഷ്ണരൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനും ഗുരുവുമായിട്ട് വ്യത്യാസമുണ്ടോ? ഒന്നായി ചേർന്നു. ബ്രഹ്മാനന്ദ ഗുരു നാരായണ ഗുരുവിന്റെ രൂപത്തിൽ കണ്ടു സത്യത്തെ. നാരായണ ഗുരുവാകട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണ രൂപത്തിൽ ഉള്ളിരിക്കുന്ന സത്യത്തെ കണ്ടു. ഞങ്ങളുടെ പിന്നെ ശിവനായും സുബ്രഹ്മണ്യനായും ഒക്കെ ഗുരു കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞാൽ ആ ഒരേ ഒരു സത്യം തന്നെയാണ് പല രൂപങ്ങളിൽ, പല ദേശങ്ങളിൽ, പല യുഗങ്ങളിലായി വന്ന് ജന്മം കൊണ്ടുള്ളത്. നമ്മളുടെ മനസ്സിനെ ആ തെറ്റായ വഴിയിൽ നിന്നും വ്യതിചലിപ്പിച്ച് ആരായുവിൽ അന്ധത്വം ഒഴിച്ച് ആദ്യ മനസ്സിലേക്കുള്ള നേരായ വഴി കാട്ടിത്തരുന്ന ഗുരുക്കന്മാരാണ് ഇവരെന്ന് കണ്ടുകൊണ്ട് പൂജനീയ ബ്രഹ്മാനന്ദ ഗുരുവിന്റെ പുണ്യദിനത്തില് നമ്മൾ അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിൽ, കാരണം ഇതിനകത്ത് നമുക്ക് ചില റോളുകളുണ്ട്. ഗുരുക്കന്മാരുടെ പുണ്യകഥകൾ കേൾക്കുന്നതിലുപരിയായി ഗുരുക്കന്മാർ ഉദ്ദേശിച്ചിരിക്കുന്ന അവര് അന്യർക്ക് ഗുണം ചെയ്യുന്നതിനായുസും നമ്മുടെ ആത്മദോഷം അങ്ങനെയാണ്. സ്വന്തം ജീവിതത്തിന് വേണ്ടി ജീവിച്ചവരല്ല, മാനവരാശിയെ ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ആ മഹാഗുരുക്കന്മാരുടെ ജന്മദിനങ്ങളിൽ
നമ്മൾ ഒത്തുചേർന്നിരുന്നുകൊണ്ട് ഈ ഗുരുക്കന്മാർ കാണിച്ചു തന്ന ആ ബന്ധാവിലൂടെയാണോ നമ്മുടെ സഞ്ചാരം? ഇല്ലെങ്കിൽ അത് തിരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം അതോളം അനുഭവിച്ചവരാണ് നിർമ്മാണങ്ങൾ ഉൾപ്പെടുത്തിച്ചിട്ടുള്ളത്. ഇവിടെ എത്താൻ സാധിച്ചിട്ടുള്ളവർ വളരെ കുറവാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്താൻ സാധിക്കാതെ ഭവനങ്ങളിലും വിദേശങ്ങളിലും മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അവർക്കെല്ലാം ഭഗവാൻ ശ്രീനാരായണ പരമഹംസന്റെയും പൂജനീയ ഗുരു ധർമാനന്ദയുടെയും അനുഗ്രഹമാവോളം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതുപോലെ തന്നെ ഗുരുകർമ്മം വിജയിക്കുക. അടുത്തായിട്ട് സ്കോളർഷിപ്പ് വിതരണമാണ്. ഫുൾ 12ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരാൾക്കും 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരാൾക്കും മൊമെൻ്റോ ഉണ്ട്. അത് ഇപ്പോൾ തന്നെ കൊടുക്കും. പിന്നെ ക്യാഷ് അവാർഡ് അപേക്ഷ തന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ക്യാഷ് അവാർഡ് കൈപ്പറ്റാൻ അതിൻ്റെ വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് വരണമെന്നാണ് നമ്മുടെ തീരുമാനം. ഇപ്പോൾ വന്നിട്ടുള്ളവർക്ക് കൊടുക്കും. വിദ്യാർത്ഥികൾക്ക് അല്ലാത്തവരുടെ ക്യാഷ് അവാർഡ് ഇവിടെ സൂക്ഷിച്ചിരിക്കും. ഏത് ദിവസം അതിൽ തരുന്നോ അന്ന് അവർക്ക് ഇവിടെ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് അതിനെല്ലാവരും പാലിക്കണം. ആദ്യമായി +2 ഫുൾ A+ വാങ്ങിയ നിതിൻ കുമാർ കുറ്റിശ്ശേരി ക്യാഷ് അവാർഡ് മൊമെന്റോ നൽകുന്നു. മൊമെന്റോ ഗംഗാധര സ്വാമി കൊടുക്കുന്നു. അടുത്തതായിട്ട് ശ്രീനന്ദ അടുത്തതായിട്ട് ശ്രീനന്ദ മുണ്ടനാട്ട് കുട്ടി 10ാം ക്ലാസ്സിന് ഫുൾ A+ വാങ്ങിയിട്ടുണ്ട്. ക്യാഷ് അവാർഡ് മൊമെന്റോ ഉണ്ട്. കുട്ടി വരാത്തതുകൊണ്ട് ക്യാഷ് അവാർഡ് പിന്നെ നൽകുന്നതാണ്. മൊമെന്റോ ഇപ്പോൾ രക്ഷകർത്താക്കൾക്ക് വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് അനീഷ അജന്താകെ വരുന്ന സമയത്ത് കൊടുക്കണം. അടുത്ത ഋഷിയ 10ാം ക്ലാസ് തമിഴ് പാസ്സായതാണ്. ദേവദസ് സ്വീകരിക്കാവുന്നതാണ്.
അടുത്തായി വേണ്ടി സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി കർണാടൻ അവരുടെ സാധനം ക്ഷണിച്ചുകൊള്ളു. ഓം ധർമാനന്ദ സച്ചിദാനന്ദമൂർത്തി നിഷ്പ്രപഞ്ചായ ശാന്തായ നിരാലംബായ രസേ നമസ്തുഭ്യം 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 നമാമ്യഹം. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രഹ്മശ്രീ ഗുരുധർമാനന്ദത്തിൽ 115ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ബന്ധപ്പെട്ട അധ്യയനങ്ങളെ വേദിയിലിരിക്കുന്ന ശ്രോതാക്കളെ എല്ലാവർക്കും പ്രണാമം. കൃതജ്ഞരായെന്നുള്ള കർത്തവ്യമാണ് എൻ്റെ എങ്കിലും ആമുഖമെന്നോണം 2 വാക്ക് സംസാരിക്കാം. അതിനുശേഷം ആളാണെന്ന് ആഗ്രഹിക്കുന്നു. ഏറെ അറിവുകൾ മഹത് വ്യക്തിത്വങ്ങളിൽ നിന്ന് നാം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ അറിവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കൂടി നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അറിവുള്ളവർ പറയുന്നത് ഇതിനെ മനനം ചെയ്ത് ഹൃദിസ്ഥമാക്കണമെന്നാണ്. പിന്നെയോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും കൂടി. അപ്പൊ മനനം ചെയ്ത് ഹൃദിസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? അപ്പോൾ എന്നാൽ ഒരു നാൾ സാധ്യമാകും എന്നുള്ളതാണ് സത്യമായ കാര്യം. അങ്ങനെ നമ്മുടെ ബ്രഹ്മശ്രീ ഗുരുധർമാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉടനീളം ത്യാഗോജ്ജലമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് തന്റെ ഭക്തജനങ്ങൾക്കായി പ്രവർത്തിച്ചിരുന്നു. ഈ വേദിയിൽ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന്. അതിന്റെ അനുഭവം വാങ്ങാത്തരായി വേദിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ല. അപ്പം ത്യാഗോജ്ജലമായ ഒരു ജീവിതം നമുക്ക് നയിക്കണം. അതിനെന്ത് വേണം? അറിവിനെ എങ്ങനെ വേണം മനനം ചെയ്യണം, വ്യത്യസ്തമാക്കണം, പ്രവർത്തിപഥത്തിലെത്തിക്കണം. അങ്ങനെ ആവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൃതജ്ഞരായെന്നുള്ള കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. കൃതജ്ഞരായിരിക്കും ധർമാനന്ദ കൃതജ്ഞത. ആദ്യമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ഉദ്ഘാടനം നിർവഹിച്ച മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി ടിനു സേവ്യറിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള കൃതജ്ഞത അറിയിക്കുന്നു. രണ്ടാമത് മുഖ്യ പ്രഭാഷണം കാഴ്ചവെച്ച പ്രസിഡന്റ് വൈദിക യോഗം ചെങ്ങന്നൂർ SNDP കൃത്യമായ ഒരു പ്രഭാഷണം കാഴ്ചവെച്ച അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യക്തിപരമായുള്ള കൃതജ്ഞത അറിയിക്കുന്നു. തിരുനാൾ സന്ദേശം നടത്തിയ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗോപൻ ചെന്നിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള കൃതജ്ഞത അറിയിക്കട്ടെ. അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട രാജൻ സാറിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തത് സ്കോളർഷിപ്പ് വിതരണം ചെയ്ത സ്വാമി ഗംഗാനന്ദ സ്വാമി ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ട് ഇവിടെ വസിക്കുന്ന അദ്ദേഹത്തിന് പ്രശംസനീയമാണ്, ആദരണീയമാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഇതിൻ്റെ അത് ഈ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ശശി സ്ഥാപനത്തെ നയിച്ചുകൊണ്ട് ദേശത്തൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് പ്രശംസനീയമാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള അടുത്തത് ഈ സ്ഥാപനത്തിൻ്റെ സമിതിയുടെ സെക്രട്ടറി രവീന്ദ്രൻ അവർക്ക് ഈ സ്ഥാപനത്തിൽ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടാകുന്നതെല്ലാം ചെയ്ത് മുന്നേറുന്ന അദ്ദേഹത്തിന് ഈ എൻ്റെ വ്യക്തിപരമായും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നത്. അടുത്തത് ഭക്തജനങ്ങളോടും മന്ത്രവാസികളായിരിക്കുന്ന ഓരോരുത്തരുമാണ്.
ശരിക്കും ഈ സ്ഥാപനത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ഈ ഭക്തിജനങ്ങളാണ്. ഇവരുടെ ഓരോരുത്തരുടെയും സ്നേഹവും സാഹോദര്യവും ഈ സ്ഥാപനത്തിൽ പ്രതീക്ഷിക്കും. നിങ്ങളുടെ എല്ലാം സ്നേഹ സാഹോദര്യത്താൽ മാത്രമേ മുന്നേറുകയുള്ളൂ. എല്ലാവർക്കും ഞാൻ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള അറിയിക്കുന്നതോടൊപ്പം ഓണ ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.